അപ്പോൾ ഇനി നമ്മൾ ഇതേപോലെ കാണുന്നതായിരിക്കില്ല. ഈ ഓൺലൈൻ ടാക്സി സമ്പ്രദായം, ഇപ്പോൾ ഈ ഓൺലൈൻ ടാക്സി സംഗതികളൊക്കെ ഞാനിവിടെ അവസാനിപ്പിച്ചു. അപ്പോൾ ഇനി നമ്മളിങ്ങനെ കാണുന്നതായിരിക്കില്ല. അപ്പോൾ എല്ലാവർക്കും തന്നെ ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഒരു പോയിന്റ് ഓഫ് വ്യൂ, നമ്മുടെ ഡ്രൈവറുടെ ആംഗിളിൽ നിന്നൊരു വീഡിയോ ട്രൈ ചെയ്യണം ആദ്യമായിട്ട്. എൻ്റെ സബ്സ്ക്രൈബർ, നമ്മുടെ സുഹൃത്ത് മിസ്റ്റർ ഗോകുൽ കൃഷ്ണ വളരെ കാലം മുന്നേ എന്നോട് ഈ ഒരു വീഡിയോ ഒന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എറണാകുളത്ത് നിന്ന് ഇത് ട്രൈ ചെയ്യാൻ മാത്രം എന്ത് വന്നില്ല, എനിക്കൊരു ധൈര്യം വന്നില്ല എന്ന് പറഞ്ഞാൽ, സംഗതി ഞാൻ എത്രത്തോളം എന്താണ് പറയുക, ആൾക്കാരുടെ മുമ്പിലൊക്കെ ഞാൻ സംസാരിക്കാനുള്ള തൻ്റെ ഒക്കെ ഉണ്ട്. പക്ഷേങ്കിൽ ഈ പബ്ലിക്കിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഈ വ്ളോഗ് ചെയ്യാൻ മാത്രമുള്ള ഒരു ധൈര്യം എനിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ക്യാമറ, ഈ ഹെഡ് മൗണ്ട് അല്ലെങ്കിൽ ക്യാപ്പിലൊക്കെ മൗണ്ട് ചെയ്തിട്ട് ഈ വീഡിയോ ചിത്രീകരിക്കാനുള്ള ഒരു ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതെൻ്റെ നാടാണ്, നമ്മൾ കൂത്തുപറമ്പ് എന്ന് പറയും. കൂത്തുപറമ്പ് എല്ലാവർക്കും അറിയുന്ന സ്ഥലമാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഫൈനാൻഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുമ്പം അത് എറണാകുളം, കൊച്ചി അല്ലെങ്കിൽ ട്രിവാൻഡ്രം ഒക്കെ ആയിരിക്കാം. ബട്ട് പൊളിറ്റിക്കലി അല്ലെങ്കിൽ മറ്റുള്ള ആസ്പെക്ട്സ് വെച്ച് നോക്കുമ്പം എല്ലാം കൊണ്ടും കണ്ണൂരാണ്. അത് എല്ലാ കാര്യം കൊണ്ടും ഇവിടെ ഭരിക്കുന്ന മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ ഇവിടുത്തെ പ്രമുഖ നേതാക്കന്മാരും ഒക്കെ കണ്ണൂരുകാരാണ്. രാഷ്ട്രീയ മേന്മയും അല്ലെങ്കിൽ മേന്മ മാത്രമല്ല, അല്ലാതെയും പല കാര്യങ്ങൾ കൊണ്ടും കണ്ണൂരുകാർ ഫേമസ് ആണ്. അപ്പോൾ ഞാനിപ്പോൾ കറക്റ്റ് കൂത്തുപറമ്പ് മട്ടന്നൂർ ഭാഗത്ത് ആ റൂട്ടിലാണ്. ഞാൻ ടുവാർഡ്സ് കൂത്തുപറമ്പ് ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കാം. അത്യാവശ്യം ലെങ്ത് ഉള്ള ഒരു വീഡിയോ ആയിരിക്കും അത്. നിങ്ങൾ പറ്റുന്ന ആൾക്കാരെ നിങ്ങൾക്ക് കാണാം. എല്ലാറ്റം പോലെ ഒരു വീഡിയോ ആയിരിക്കില്ല ഇത്. ഇതിൽ പല കാര്യങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അവൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ ഒപ്പീനിയൻ, ഫീഡ്ബാക്ക് എല്ലാം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ പറയാം, എല്ലായ്പ്പോഴത്തെയും പോലെ ഒരു വീഡിയോ അല്ല ഇത്. നിങ്ങൾ പറ്റുന്ന ആൾക്കാർ നിങ്ങൾ കാണുക, തുടർച്ചയായിട്ട് കാണാം. എത്ര സമയം നീണ്ടു നിൽക്കുന്നത് എനിക്കറിയില്ല. അപ്പോൾ ആദ്യത്തെ ഭാഗം ഞാൻ ഇതേപോലെ വണ്ടി ഓടിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്നൊരു ഭാഗമായിരിക്കും. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഒരു ചെറിയൊരു സ്റ്റുഡിയോ റൂം സെറ്റപ്പ് ചെയ്ത് വെക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ താമസ സ്ഥലത്തോട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്, എൻ്റെ നാട്ടിൽ. അവിടെ ഞാനൊരു കുറച്ച് സ്റ്റുഡിയോയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഞാൻ അവിടെ നിന്ന് നിങ്ങളുമായിട്ട് സംവദിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം ഞാൻ പറയാം, കഴിഞ്ഞ 5.5 വർഷത്തിന് മുകളിലായിട്ട് ഞാൻ ഓൺലൈൻ ടാക്സി ഓടിക്കുന്നുണ്ട്. 5.5 വർഷത്തിന് മുകളിലായിട്ട്. അതിൽ പിന്നെ പല ആപ്ലിക്കേഷനുകൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. യൂബർ, ഓല, യാത്രി, റാപ്പിഡോ, പിന്നെയും ചില ആപ്ലിക്കേഷനുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പാക്കേജ് ഓട്ടങ്ങൾ പോയിട്ടുണ്ട്, അല്ലാതെയുള്ള പേഴ്സണൽ ഓട്ടങ്ങൾ പോയിട്ടുണ്ട്. പിന്നെ മറ്റു പലരും നിർദ്ദേശിച്ച പ്രകാരമുള്ള ഓട്ടങ്ങൾ ഞാൻ എടുത്ത് ഓടിയിട്ടുണ്ട്. ഇന്ന് പല സംഭവങ്ങളും ചെയ്തിട്ടുണ്ട് കർണാടകത്തിലെ എവിടെയായിട്ട്. അപ്പോൾ ഡ്രൈവിങ്ങിനോടുള്ളൊരു ക്രേസ് കൊണ്ടും പിന്നെ ട്രാവൽ ചെയ്യാനുള്ളൊരു ട്രാവൽ കം ഡ്രൈവ് ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ അതിനോടുള്ള താല്പര്യം കൊണ്ടും ക്രേസും കൊണ്ടാണ് ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട് വന്നത്. പിന്നെ നിലവിൽ ഞാൻ ഈ ഒരു സംഗതി, അതായത് യൂബർ എന്നാണല്ലോ നമ്മൾ കോമൺ ആയിട്ട് പറഞ്ഞിരുന്നത്, യൂബർ ഡ്രൈവർ. അപ്പോൾ ആ ഒരു യൂബർ ഡ്രൈവർ എന്നുള്ള ലെവലിൽ നിന്ന് ഞാൻ ഇപ്പോൾ മാറി. അതായത് ഞാനിപ്പോൾ നിലവിൽ എന്ത് ചെയ്യുന്നില്ല, ഞാൻ ഓൺലൈൻ ടാക്സി ഒന്നും ഞാൻ ഓടിക്കുന്നില്ല. ഞാൻ കംപ്ലീറ്റ് വിട്ടു. എറണാകുളത്തുള്ള കാര്യം ഞാൻ കംപ്ലീറ്റ് വിട്ടു. ഇനി ഇതിനായിട്ട് ഞാൻ ഓൺലൈൻ ടാക്സി ഓടിക്കാനായിട്ട് ഞാൻ എറണാകുളത്തോട്ടില്ല. അപ്പോൾ അതായത് ഞാൻ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഞാൻ എൻ്റെ കയ്യിലൊരു ടാക്സി വാഹനം ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് ഞാൻ എറണാകുളത്ത് വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പം ഓൺലൈനിൽ പോയിട്ട് ചിലപ്പോൾ ട്രിപ്പുകൾ എടുത്തേക്കാം. അതല്ലാതെ അതൊരു ജസ്റ്റ് ടൈം പാസ് മാത്രം. അതല്ലാതെ ഈ ഒരു ജോലിയായിട്ട് ഞാൻ ചെയ്യുന്ന പരിപാടി നിർത്തി. അതായത് നമ്മൾ ഈ രാവിലെ ലോഗിൻ ചെയ്ത് പിന്നെ ട്രിപ്പുകൾ എടുത്ത് പോകുന്ന ഒരു രീതി ഉണ്ടല്ലോ, ആ ഒരു സമ്പ്രദായം ഞാൻ നിർത്തി. ആ ഒരു സമ്പ്രദായം എന്ന് മാത്രമല്ല, ഞാൻ കംപ്ലീറ്റ് ഓൾമോസ്റ്റ് ഒരു 99% ഞാൻ ഈ ഒരു ഓൺലൈൻ ടാക്സി എന്നുള്ളൊരു സംഗതി ഞാൻ നിർത്തി, കൂട്ടിക്കെട്ടി ചാക്കിലാക്കി. അപ്പോൾ ഞാൻ ഏകദേശം മോർ ദാൻ 10,000 ട്രിപ്സ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പേഴ്സണൽ ട്രിപ്പും പാക്കേജും അതൊക്കെ വേറെയും കുറേ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ഒരു 4 ലക്ഷം കിലോമീറ്ററിൻ്റെ മുകളിൽ ഞാൻ ടാക്സി ഓടിച്ചിട്ടുണ്ട്. എല്ലാം ഓൾ ടുഗദർ ഞാൻ 4 ലക്ഷം കിലോമീറ്റർ മേലെ അത്യാവശ്യം ഓടിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഓടിച്ചിരിക്കുന്നത് എറണാകുളത്താണ്. എറണാകുളം കഴിഞ്ഞാൽ പിന്നെ കർണാടകത്തിൽ ബാംഗ്ലൂരാണ് ഏറ്റവും കൂടുതൽ. ഞാൻ എൻ്റെ ലൈഫിൽ തന്നെ ഏറ്റവും കൂടുതൽ ഞാൻ വണ്ടി ഓടിച്ചിരിക്കുന്നത് മേൽപ്പറഞ്ഞ എറണാകുളം സിറ്റിയിലും, അതേപോലെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കർണാടകത്തിലാണ് ഏറ്റവും കൂടുതൽ ഞാൻ വാഹനം ഓടിച്ചിട്ടുള്ളത്. അത് 2 വീലർ ആയിക്കോട്ടെ, കാർ ആയിക്കോട്ടെ. അപ്പോൾ ലൈസൻസ് കിട്ടി ഇത്രയധികം കാലയളവായിട്ട് എനിക്ക് അത്യാവശ്യം ഒട്ടനവധി വാഹനങ്ങൾ കൈകാര്യം ചെയ്യാനും അതുപോലെ അത്യാവശ്യം പല സ്ഥലങ്ങളിലൂടെ അല്ലെങ്കിൽ പല ടെറൈനുകളിലൂടെ വണ്ടി ഓടിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടുവേർഡ്സ് പാനൂർ ഭാഗത്തേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട്. പാനൂർ കൂത്തുപറമ്പ് ഭാഗത്തൊക്കെ അത്യാവശ്യം എന്തോ സമ്മേളനമോ എന്തോ ഒരു ജാഥയോ എന്തോ ഒരു സംഗതി നടക്കുന്നുണ്ട് പാർട്ടിയുടെ. അപ്പോൾ അതുകൊണ്ട് ഇനി വൈകിട്ടൊക്കെ നല്ല തിരക്കായിരിക്കും. അപ്പോൾ ഞാൻ ശരിക്കും എൻ്റെ ഈ വണ്ടി ഞാൻ 3 വർഷത്തിൻ്റെ മുകളിലായി വണ്ടി മേടിച്ചിട്ട്. അപ്പോൾ അതെ, ഇതിൻ്റെ ക്യാം സെൻസറിൻ്റെ ചെറിയൊരു വയർ തമ്മിൽ ചെറിയൊരു കശപിശയുണ്ട്. അതൊന്ന് റിപ്പയർ ചെയ്യണം. അത് ഞാൻ തന്നെ വീട്ടിൽ നിന്ന് ചെയ്യും. ആ വയർ ഷോർട്ടായിട്ട് അവിടെ നിന്ന് ഈ പ്രശ്നം കൊണ്ടാണ് വണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഈ വണ്ടി മേടിച്ച കാലം തൊട്ടിപ്പോൾ 2-3 കൊല്ലമായി ഞാൻ അതിനൊക്കെ അത്യാവശ്യം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പക്ഷെ തുടക്കകാലത്ത്
ഞാൻ പറയല്ലോ, തുടക്കകാലത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ വണ്ടിക്ക് എനിക്ക് പണി കിട്ടിയിട്ടുള്ളത്. ബ്രേക്ക് ഡൗണുകൾ ഇഷ്ടംപോലെ ബ്രേക്ക് ഡൗൺ കിട്ടിയിട്ടുണ്ട് എനിക്ക് വണ്ടിയിൽ. ശരിക്കും പെരുമ്പാവൂരുകാരനൊരു നെഫ്സൽ ഷാ എന്ന് പറഞ്ഞ ഒരുത്തൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ ഈ വണ്ടി മേടിക്കുന്നത്. അവൻ സെക്കൻഡ് ഓണറാണ്. കിലോമീറ്ററൊക്കെ റോൾ ചെയ്തിട്ടാണ് ഞാൻ ശരിക്കും കിലോമീറ്റർ റോൾ ചെയ്തിട്ടാണ് അവൻ എനിക്ക് വണ്ടി വിൽക്കുന്നത്. നമുക്ക് ഒരാളോട് നമുക്ക് മാന്യതയോടെ നമുക്ക് ചോദിക്കാനല്ലേ പറ്റൂ. നിങ്ങൾ എന്തെങ്കിലും കൃത്രിമം കാണിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് മാന്യതയോടെ ചോദിക്കാനേ പറ്റുള്ളൂ. അതിനപ്പുറത്തേക്ക് നമുക്ക് കാല് പിടിച്ചിട്ട് അപേക്ഷിക്കാനൊന്നും പറ്റില്ലല്ലോ. പിന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കച്ചവടം അല്ലെ ബിസിനസ് ഇതിലൊന്നും എനിക്ക് വലിയ സ്കില്ലൊന്നുമില്ല. കാര്യം പറയാലോ, എനിക്ക് ഈ ബാർഗെയിനിങ് ഇങ്ങനത്തെ പരിപാടിയൊന്നും എനിക്ക് ചെറുപ്പം തൊട്ട് എനിക്ക് ഒട്ടും ഒരു വശവും ഇല്ല. എനിക്കും ഇല്ല, എൻ്റെ അച്ഛനും അമ്മയ്ക്കും ആർക്കും ഇല്ല. കാരണം നമ്മൾ പൊതുവേ നമ്മൊരു കടയിൽ പോയി കഴിഞ്ഞാൽ അത് ചെറുതോ വലുതോ ആയിട്ട് എന്ത് വില പിടിപ്പുള്ള സാധനം എന്തും ആയിക്കോട്ടെ, അത് അവരൊരു റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ റേറ്റും കൊടുത്ത് മേടിച്ചിട്ട് പോയിട്ട് അപ്പം അത് മേടിക്കും. അങ്ങനത്തെ രീതിയാണ്. അതേസമയം നമ്മളിപ്പോൾ ഒരു കടയിൽ പോയിട്ടുണ്ടെങ്കിലും വീട്ടിലേക്കുള്ള സാധനങ്ങൾ, വലിയ ഹോം അപ്ലയൻസ് സാധനങ്ങൾ ഇതൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ റേറ്റ് ഒരു MRP പറയുകയാണെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ, ലാസ്റ്റ് റേറ്റ് ആണോ എന്ന് ചോദിക്കും. ഒറ്റ വട്ടം ചോദിച്ചു കഴിഞ്ഞിട്ട് അതിനാണെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ, എന്നാൽ പാക്ക് ചെയ്തോ, എന്നാൽ പിന്നെ പൈസ അടക്കാം എന്നും പറഞ്ഞിട്ട് പോരും. അതെന്താ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛനും അങ്ങനെയാണ്, എൻ്റെ ഫാദറും അങ്ങനെയാണ്, ഞാനും അങ്ങനെയാണ്. ഈ ബാർഗെയിൻ ചെയ്യുന്നൊരു സ്വഭാവം ഇല്ല. എന്തോന്നറിയില്ല, എനിക്ക് ബാർഗെയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു കുറച്ചിലാണ്. എനിക്ക് അങ്ങനെ ഒരു കുറച്ചിലാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ കച്ചവട രംഗത്ത് ഞാൻ 0 ആണ്. അത് എന്തും ആയിക്കോട്ടെ, വാഹനം ആയിക്കോട്ടെ, എന്ത് കാര്യങ്ങളായിക്കോട്ടെ. അപ്പോൾ ഞാൻ ഈ വണ്ടി മേടിക്കുന്ന സമയത്ത് 3.10 ഞാൻ വണ്ടി മേടിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് മാക്സിമം എത്ര കുറക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു. 3.10, 3.5 അങ്ങനെ കണ്ടാണ് വണ്ടി ലാസ്റ്റ് ഫൈനൽ ഉറപ്പിച്ചത് ഈ വണ്ടി. ഞാൻ ആ സമയത്ത് വെപ്രാളപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ സാഹചര്യം വളരെ മോശമായതുകൊണ്ട് ആ സമയത്ത് ഞാൻ തിരക്ക് പിടിച്ച് ഞാൻ ഈ വണ്ടി എടുക്കാറുണ്ടായി. ഞാൻ കൂടുതൽ ഇൻസ്പെക്ട് ചെയ്യാൻ, വണ്ടിയുടെ മെക്കാനിക്കൽ സൈഡോ ഇലക്ട്രിക്കൽ സൈഡോ ഒന്നും ഇൻസ്പെക്ട് ചെയ്യാൻ പോയില്ല. ഒന്നും ഞാൻ പോയില്ല. അതെൻ്റെ മിസ്റ്റേക്കാണ്. പക്ഷേങ്കിൽ തരുന്നവനും ഒരു മാന്യത വേണമല്ലോ, അല്ലെ? തരുന്നവനും നേരോടെ വാഹനം വിൽക്കാൻ പഠിക്കണം. അവനൊരു ടാക്സി ഡ്രൈവർ, നഫ്സൽ ഷാ എന്ന് പറയുന്നൊരുത്തരും ഒരു ടാക്സി ഡ്രൈവറാണ്. അപ്പോൾ അവൻ ഈ വണ്ടി എനിക്ക് വിൽക്കുന്ന സമയത്ത് ക്രാങ്ക് ഷാഫ്റ്റിന് കംപ്ലൈന്റ് ഉണ്ട്, ക്രാങ്ക് ഷാഫ്റ്റ് സെൻസറിന് കംപ്ലൈന്റ് ഉണ്ട്, പിന്നെ റേഡിയേറ്റർ സംബന്ധമായിട്ട് കംപ്ലൈന്റ് ഉണ്ട്, തെർമോസ്റ്റാറ്റിന് കംപ്ലൈന്റ് ഉണ്ട്, പിന്നെ വേറെ സെൻസറിന് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു, ത്രോട്ടിൽ ബോഡിയുടെ ISC വാൾവിന് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു, പിന്നെ അങ്ങനെയുള്ള കുറേ സംഗതികളുണ്ടായിരുന്നു. ഇഗ്നിഷൻ കോയിൽ കംപ്ലൈന്റ് ആയിരുന്നു. കാരണം ഇതെല്ലാം എന്ന് പറഞ്ഞാൽ വണ്ടി എടുത്ത് ഒരു 2 ആഴ്ചക്കകം എനിക്ക് ഇങ്ങനെയുള്ള ബ്രേക്ക് ഡൗണുകളെല്ലാം കിട്ടി. പിന്നെ അതിനുശേഷമാണ് ഞാൻ ഓട്ടോമൊബൈലൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ മോട്ടോർ സൈക്കിളിന്റെ കേസൊക്കെ ആണെന്ന് ഞാൻ നോക്കും. കാറിന്റെ കേസിലൊന്നും ഞാൻ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനൊന്നും ഞാൻ പോയില്ല. എൻ്റെ കൂട്ടുകാരന്മാരുണ്ട്, വർക്ക്ഷോപ്പിലൊക്കെ പണിയെടുക്കുന്ന ആൾക്കാരും വർക്ക്ഷോപ്പിലുള്ള ആൾക്കാരൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് 4 വീലിന്റെ സെക്ഷനിലോട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് എടുത്ത് ഞാൻ കുറേ പണികൾ എനിക്ക് കിട്ടാൻ തുടങ്ങിയതിന് ശേഷമാണ് ഉള്ളത് പറയാമല്ലോ, ഞാൻ ശരിക്കും പറഞ്ഞാൽ പണി പഠിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പ്രാക്ടിക്കൽ സ്കില്ലുണ്ടല്ലോ, ആ നോളജ് അതെനിക്ക് വന്നു. കാരണം ഇതിൽ ഞാൻ എൻ്റെ വണ്ടി ആയത് കാരണം എനിക്ക് പണിയാം. കാരണം എൻ്റെ വണ്ടി ആയത് കാരണം ഞാൻ ഒരാളോട് ഞാൻ ഇതിൻ്റെ പെർമിഷൻ ചോദിക്കേണ്ട ആവശ്യമില്ല. ഇത് പണിത് നശിച്ചാലും കുഴപ്പമില്ല, കാരണം ഞാൻ എന്നോട് മാത്രമേ ഇതിൻ്റെ ഉത്തരം പറയുള്ളൂ. ആ ഒരു ബോധത്തിൽ ഞാൻ ഇതിൻ്റെ മാക്സിമം ഇതിൻ്റെ പണി ഞാൻ തന്നെ എടുക്കാറുണ്ട്. ഓയിൽ ചേഞ്ചിനും എന്നല്ലാതെ എറണാകുളത്ത് ഒരു ഷോപ്പിലും ഞാൻ ഈ വണ്ടി കയറ്റാറില്ല. ഓയിൽ ചേഞ്ച് എന്നല്ലാതെ വേറെ ഒരു കാര്യത്തിനും ഞാൻ ഈ വണ്ടി എവിടെയും കയറ്റാറില്ല. ഓയിൽ ചേഞ്ച് എനിക്ക് ചെയ്യാൻ പറ്റും, പക്ഷേങ്കിൽ അതിന് ഓയിൽ നമ്മൾ ഡ്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെയെങ്കിലും കൊണ്ട് കളയണ്ടേ, അല്ലെങ്കിൽ അതിന് പാന് വേണം. പിന്നെ അതൊക്കെ എൻ്റെ കയ്യിലില്ല. ഞാൻ ഈ കാറിനകത്താണല്ലോ കിടന്നുറങ്ങുന്നത്. അപ്പോൾ അത് ചെയ്യാന്നുള്ള ബുദ്ധിമുട്ടാണ്. വീട്ടിൽ നിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ പാനിൽ ഓയിൽ ഊറ്റി കളഞ്ഞ് നമുക്ക് പുതിയ ഓയിൽ ഒഴിച്ച് സെറ്റപ്പ് ആക്കാം. കാരണം വീട്ടിൽ നമുക്ക് ഇതൊക്കെ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷേങ്കിൽ നമുക്ക് എറണാകുളത്ത് എനിക്ക് പറഞ്ഞ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വെറും ഈ ഒരു കാര്യത്തിന് ഓയിൽ ചേഞ്ചിന് മാത്രം അല്ലാതെ ഞാൻ എറണാകുളത്തെ വർക്ക്ഷോപ്പിനെ ഡിപ്പെൻഡ് ചെയ്യാറില്ല. കാരണം ഞാൻ പോയിട്ടുള്ളൊരു 4-5 വർക്ക്ഷോപ്പ് ഉണ്ട്. 4-5 വർക്ക്ഷോപ്പിൽ 2-3 വർക്ക്ഷോപ്പും പക്ക ചതിയന്മാരെന്ന കള്ളന്മാരും തന്നെ പറയാം, കള്ളന്മാർ തന്നെയാണ്. അതിൻ്റെയൊക്കെ എക്സ്പീരിയൻസ് ഞാൻ പല വ്ളോഗുകളിൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, പല കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മെക്കാനിക്കൽ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി വലിയ ഹൈടെക് സിറ്റിയാണ്, കേരളത്തിന്റെ ഹൈടെക് സിറ്റിയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ട് കസ്റ്റമൈസേഷൻ യൂണിറ്റും അതേപോലെ ഈ ട്യൂണിങ്, ഈ സൂപ്പർ കാർ അല്ലെങ്കിൽ ലക്ഷറി കാർ ട്യൂണിങ്, ഇങ്ങനത്തെ സംഗതികളൊക്കെ അവിടെ ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്. പക്ഷേങ്കിൽ വെൻ ഇറ്റ് കംസ് ടു ദാറ്റ് എന്താണ് പറയുക, ഒരു പക്ക ആ ഒരു വണ്ടിയുടെ ഡോക്ടർ എന്ന് പറയാൻ പറ്റുന്ന ഒരു മെക്കാനിക്കിനെ ഞാൻ എറണാകുളത്ത് എവിടെയും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കുറേ വർക്ക്ഷോപ്പിൽ ഞാൻ പോയിട്ടുണ്ട്, എവിടെയും ഞാനത് കണ്ടിട്ടില്ല. പക്ഷേ എൻ്റെ നാട്ടിൽ എനിക്കറിയുന്ന കുറച്ച് വർക്ക്ഷോപ്പുകളുണ്ട്, എനിക്ക് പേഴ്സണലി എനിക്കറിയാവുന്ന ഇഷ്ടംപോലെ വർക്ക്ഷോപ്പുകളുണ്ട്. അവിടെ എന്ന് പറഞ്ഞാൽ അവർക്കൊരു OBD കണക്ടറിൻ്റെ പോലും ആവശ്യമില്ല. അതല്ലാതെ തന്നെ ചെക്ക് എഞ്ചിൻ ലൈറ്റ് കത്തുന്നുണ്ടെങ്കിൽ വണ്ടി ഓടിച്ചിട്ട് കംപ്ലൈൻറ്റ് അവർ കണ്ണുപൂട്ടി പറഞ്ഞു തരും. അങ്ങനത്തെ ആൾക്കാരാണ്. അതായത് അതും അവർ പണി ഇങ്ങനെ കത്തി കാശൊന്നുമില്ല കേട്ടോ, കത്തിയ റേറ്റ് ഒന്നും പറയില്ല, മാന്യമായിട്ടുള്ള റേറ്റ്. ഞാൻ കണ്ടതിൽ എറണാകുളത്ത് 3000 രൂപ പറഞ്ഞ സാധനത്തിന് എനിക്കിവിടെ 1500 രൂപ ലേബറിന് എനിക്ക് പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഈ മെക്കാനിക്കൽ ഈ ഒരു വർക്ക്ഷോപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള സംഗതികൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എറണാകുളത്തുള്ള കിട്ടും. അപ്പോൾ എറണാകുളത്തുള്ള ഈ പറഞ്ഞ വർക്ക്ഷോപ്പുകളെ ഞാൻ ഒരിക്കലും വിശ്വസിക്കൂല.
അതൊരു കാര്യം. പിന്നെന്താ പറയുക, വണ്ടി എനിക്ക് ഇയോണിനോടൊരു ഇഷ്ടത്തിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറയല്ലോ, പുതിയ വണ്ടി എടുക്കാതെ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തിട്ട് ഞാൻ ഈ ഓൺലൈൻ ടാക്സി അല്ലെങ്കിൽ ടാക്സി പരിപാടിക്ക് ഇറങ്ങിയതിൻ്റെ കാരണം ഞാൻ വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എനിക്കത് കൊണ്ട് നടക്കുന്ന ഒരു ക്ലീനായിട്ട് കൊണ്ട് നടക്കുന്ന ഒരാളാണ്. ഈ വണ്ടി പുറത്ത് എക്സ്റ്റീരിയറിൽ കുറേ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഓരോന്ന് ഞാൻ എണ്ണി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നും എൻ്റെ ഫോൾട്ടല്ല. ഒന്ന് ഇങ്ങോട്ട് വന്നിടിച്ചത്, സൈഡിൽ വന്നിടിച്ചത്, ഫ്രണ്ടിൽ വന്നിടിച്ചത്, കിടന്നുറങ്ങുന്ന സമയത്ത് കാള വന്ന് കുത്തിയത്, എൻ്റെ കൺമുന്നിൽ തേങ്ങ വീണ് ഗ്ലാസും പിന്നെ ചേസും പൊട്ടിയത്, ഇതൊക്കെ ഞാൻ എൻ്റെ കൺമുന്നിൽ ഇറങ്ങുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇതൊന്നും എൻ്റെ കയ്യിൽ നിന്ന് വന്ന പിഴവല്ല. എല്ലാം മറ്റുള്ള ആൾക്കാരുടെ കെയർ ഓഫിൽ കിട്ടുന്ന പണികളാണ് എൻ്റെ വണ്ടിക്ക് പുറത്തുള്ളത്. എക്സ്റ്റീരിയറിലെ ഡാമേജസ് എന്തും ആയിക്കോട്ടെ, അതിൽ ഒന്നോ രണ്ടോ ചെറിയ ബമ്പർ ലിപ്പിൻ്റെ അടുത്തുള്ള ചെറിയ സ്ക്രാച്ചൊക്കെ മാത്രമേ എൻ്റെ ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങോട്ട് വന്ന് കിട്ടിയ പുരസ്കാരങ്ങളാണ്. അപ്പോൾ അതങ്ങനെയാണ്. പിന്നെ അപ്പോൾ വണ്ടിക്കകത്ത് ഞാൻ പറയില്ല, വണ്ടിക്കകത്ത് എപ്പോഴും ഞാൻ നീറ്റായിട്ട് കൊണ്ടു നടക്കുന്ന ഒരാളാണ്. പിന്നെ വണ്ടിക്കകത്ത് ഞാൻ എപ്പോഴും നീറ്റായിട്ട് കൊണ്ടു നടക്കുന്ന ഒരാളാണ്. വേറെ പൊടിയും ചെടിയൊന്നും ഇല്ലാതെ കൊണ്ടു നടക്കുന്ന ഒരാളാണ്. ഇതിൻ്റെ സീറ്റ് കവർ തന്നെ ഞാൻ മാറ്റാൻ കാരണം, എനിക്ക് സീസൺ ആവുന്ന സമയത്ത് ഈ പേഴ്സണൽ ട്രിപ്പുകൾ, മറ്റേ പാക്കേജ് ട്രിപ്പുകൾ വരുന്ന സമയത്ത് പിന്നെ അവരെ കൊണ്ട് പോകുമ്പം ഈ മുഷിഞ്ഞ സീറ്റിൽ കൊണ്ടുപോകുന്നത് ശരിയല്ലല്ലോ. ഈ സീറ്റൊക്കെ എന്ന് പറഞ്ഞാൽ ഫുള്ള് നാശകോശമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൊണ്ടുപോകുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ലാസ്റ്റ് മനസ്സോടെ ഞാൻ ഈ സീറ്റ് കവർ മാറ്റിയത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര നല്ല വൃത്തിയോടെ നമ്മൾ ഈ കാറ് സൂക്ഷിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഈ കയറുന്ന കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ അവരലമ്പാക്കും. അവരലമ്പാക്കും. ഇപ്പൊ അവരൊരു ജോലി കഴിഞ്ഞിട്ട് വേർത്ത് കുളിച്ച് വരുന്ന ഒരാളാണെന്നെ പോട്ടേന്ന് വെക്കാം. അങ്ങനെയൊക്കെ ആണെന്നെ കുഴപ്പമില്ല. പക്ഷെ ഈ കൊച്ചുങ്ങളെയൊക്കെ കൊണ്ട് കയറുമ്പം അതും ഒരു മര്യാദ ഇല്ലാതെ കയറുമ്പം ചിലവർ ലഗേജസ്, എക്സസ് ലഗേജസ്, അല്ലെങ്കിൽ ചളി വരങ്ങിയ ഈ ട്രോളിയൊക്കെ ആയിട്ട് കയറുമ്പോൾ അവർ നേരെ തൂക്കിയെടുത്ത് വെക്കും സീറ്റിലാണ്. അത് നമ്മൾ ഇവിടുത്തെ ഡ്രൈവർമാർ ശീലിപ്പിച്ചൊരു കാര്യമാണ്. ഈ എന്ത് ട്രോളി, എന്ത് വൃത്തികെട്ട, എന്ത് വലിയ സാമാനമാണെന്നുണ്ടെങ്കിൽ അത് സീറ്റിലേക്ക് വലിച്ച് ഇട്ടാൽ മതി എന്നുള്ളൊരു രീതി ഇവിടുത്തെ ഡ്രൈവർമാർ പഠിപ്പിച്ചു കൊടുത്തായി കസ്റ്റമേഴ്സിന്. അതുകൊണ്ട് തന്നെ ഈ നമ്മൾ എത്രത്തോളം വൃത്തിയോടെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കയറുന്ന പാസഞ്ചേഴ്സ് അവരെന്ത് ചെയ്യും, നശിപ്പിക്കും. ഈ പറഞ്ഞ സാധനം നശിപ്പിക്കും. അതാണൊരു കാര്യം. അപ്പോൾ അതങ്ങനെയാണ്. ഇന്റീരിയറൊക്കെ എന്ന് പറഞ്ഞാൽ പക്കയാണ്, നീറ്റാണ്, വേറെ ഒരു കുഴപ്പമില്ല. അത് ഈ മുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ വെൽവെറ്റ്, താഴെ നല്ല പുതിയ ഫ്ലോർ മാറ്റ്, നല്ല സീറ്റ്, കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം കൂളിംഗ് ഉണ്ട്. ഇപ്പം നിലവിൽ ഇതിൻ്റെ കംപ്രസറിൻ്റെ ക്ലച്ചാണോ അതിൻ്റെ ബെയറിംഗ് എന്തോ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. അത് പണിയെടുപ്പിക്കണം. അതുകൊണ്ട് തന്നെ ഈ ഫ്രണ്ടിൽ നിന്ന് ഭയങ്കര ശബ്ദമാണ് ഈ കംപ്രസറിൻ്റെ ശബ്ദം. അതുകൊണ്ട് ഇച്ചിരി തണുപ്പേ കുറവൊന്നുമില്ല, തണുപ്പൊക്കെ നല്ല കൂളിംഗ് ഉണ്ട്. പക്ഷേങ്കിൽ വണ്ടിക്ക് ഒരു പുള്ളിങ്ങിന് ചെറിയ വ്യത്യാസമുണ്ട്. കാരണം ഈ കംപ്രസറിൻ്റെ ബെയറിംഗിൽ ആ ഒരു പുള്ളി വന്നിട്ട് എഞ്ചിന് നല്ല ലോഡ് കൊടുക്കുന്നുണ്ട്. അത് കാരണം അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നം ഈ വണ്ടിക്കുണ്ട്. ആ കംപ്രസർ മാറ്റിയാൽ മതി, അല്ലെങ്കിൽ കംപ്രസർ റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് റെഡിയാവും, കുഴപ്പമില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. കംപ്രസർ മാറ്റുക അല്ലെങ്കിൽ കംപ്രസർ റിപ്പയർ ചെയ്യാം. പിന്നെ ക്ലച്ചും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിയാണ്. പിന്നെ നമ്മൾ ട്രാഫിക്കിൽ കിടന്ന് ഓടിക്കുന്ന സമയത്ത് ക്ലച്ചും ഈ ഫ്ലൈ വീലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോമീറ്റർ ആയി കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ നല്ല രീതിയിൽ ക്ലച്ചിൽ ഓടിയിട്ട് എടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ ക്ലച്ചൊക്കെ ഒരു പരിവായിട്ടുണ്ടാവും. പിന്നെ എനിക്ക് ലാസ്റ്റ് ഞാൻ 4-5 ദിവസം മുന്നേ കണ്ട് ഞാൻ എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് വന്ന സമയത്ത്, ജനുവരി മാസം ഇങ്ങോട്ട് വന്ന സമയത്ത്, ജനുവരി മാസത്തിൽ ഞാൻ ഈ പരിപാടി പൂട്ടിക്കെട്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ജനുവരി മാസത്തിൽ ഈ പറഞ്ഞ ഓൺലൈൻ പരിപാടി പൂട്ടിക്കെട്ടിയിട്ടാണ് ഞാൻ എൻ്റെ നാട്ടിലോട്ട് വന്നത്. ആ വരുന്ന സമയത്ത് രാവിലെ 2-3 ട്രിപ്പ് എടുത്ത് തൃശ്ശൂർ ഭാഗത്തേക്ക് 2-3 ട്രിപ്പ് എടുത്തിട്ടാണ് ഞാൻ വന്നത്. സിറ്റി കടന്ന് 2-3 ട്രിപ്പ് എടുത്തിട്ടാണ് വന്നത്. അപ്പോൾ ഓവറോൾ ഞാൻ എവിടെ എത്തിയപ്പോഴാണ് എൻ്റെ നാട്ടിലോട്ട് 280 കിലോമീറ്റർ ഞാൻ ഓടിച്ചു. ഹൈവേ വഴിയാണ് വന്നത്. 280 കിലോമീറ്റർ ഓടിച്ചു. അതും ഞാനൊരു 100-110 റേഞ്ചിലൊക്കെയാണ് ഞാൻ വണ്ടി ഓടിച്ച് വരുന്നത് ഹൈവേയിൽ. അപ്പോൾ ഫുൾ ഞാൻ രാവിലെ CNG അടിച്ചു. രാവിലെ CNG അടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഞാൻ നോക്കുന്നില്ല എത്ര കിലോ കയറുന്നുണ്ടെന്നൊക്കെ നോക്കി. 8.5 കിലോ വണ്ടിക്കകത്ത് കയറും, എന്തായാലും കയറും. ഒരു 8.4 കിലോ, 8.6 കിലോ വണ്ടിക്കകത്ത് CNG കിടപ്പുണ്ടായിരുന്നു ഓവറോൾ. ആ 8.6 കിലോന് എൻ്റെ വണ്ടി 282 കിലോമീറ്റർ ഓടി. 282 കിലോമീറ്റർ ഓടി. ആ സമയത്ത് റിസർവിലാണ് വണ്ടി ഉള്ളത്, അതായത് CNG റിസർവിലാണുള്ളത്. ഇനിയും ഒരു 10 കിലോമീറ്റർ ഇനിയും ഓടാനുള്ള എന്തുണ്ട് സാധ്യത ഞാൻ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു 290 കിലോമീറ്റർ ഓടിക്കും നിങ്ങൾ. 290 കിലോമീറ്റർ ഓടാനുള്ള CNG എൻ്റെ വാഹനത്തിനകത്തുണ്ട്. അതിൽ ഓൾറെഡി 252 കിലോമീറ്റർ ഞാൻ ഓടി. ഒരു 8 കിലോമീറ്റർ കൂടെ ഓടും. അപ്പോൾ ഒന്ന് ഹരിച്ചു നോക്കി, 282 ഹരിക്കണം 8.6 എന്ന് പറയുമ്പോൾ എത്ര മൈലേജ് കിട്ടുന്നുണ്ട് നിങ്ങൾ നോക്കി. ആ പറഞ്ഞ മൈലേജ് എനിക്ക് ഈ വണ്ടിക്ക് ഇപ്പം കിട്ടുന്നുണ്ട്. മുൻകാലങ്ങളിൽ ഞാൻ രാവിലെയോ അല്ലെങ്കിൽ രാത്രിയോ ഞാൻ എറണാകുളത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ എങ്ങനെ പോകുന്നതാണെന്നുണ്ടെങ്കിലും എനിക്ക് 320 കിലോമീറ്റർ 330 കിലോമീറ്റർ വരെ എനിക്ക് ഈ പറഞ്ഞ മൈലേജ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളെ വർക്ക്ഷോപ്പിലെ ചങ്ങയാണ്. ഞാൻ ഇത്രയും സമയം അവിടെ ഇരുന്നുണ്ടായത്. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് 320 കിലോമീറ്റർ എനിക്ക് മൈലേജ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കിട്ടാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കിലോമീറ്റർ ഓടിയല്ലോ. അപ്പോൾ ഇതിൻ്റെ വാൽവിന് ടാപ്പറ്റിന് ഇതിനൊക്കെ കുറച്ച് കംപ്ലൈൻറ്റ് ഉണ്ട്, തേയ്മാനങ്ങളുണ്ടാവും. അപ്പോൾ അതിനൊക്കെ ആയിട്ട് എന്താണ് ആ ഒരു കംപ്രഷനും കാര്യങ്ങളെല്ലാം
വ്യതിയാനം വരുന്ന സമയത്ത് മൈലേജ് ഒരു ഇച്ചിരി കുറയും. കാരണം വണ്ടി ഓടുന്നതിന് കണക്കായിട്ട് വണ്ടിയുടെ എന്തുണ്ടാവും, വണ്ടിക്ക് നല്ല ചില കംപ്ലൈൻസുകളൊക്കെ വരുമല്ലോ. ആ ഒരു പഴക്കം കൊണ്ടുള്ള മൈലേജ് വേരിയേഷൻ മാത്രമേ നിലവിലുള്ളൂ, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴും ഞാൻ പറയാം, ഇപ്പോൾ ഇവിടുന്ന് ഞാൻ ഫുൾ ടാങ്ക് അടിച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഫുൾ ടാങ്കിൽ ബാംഗ്ലൂർ എത്താൻ പറ്റും. ഇവിടുന്ന് ആകെ 250 കിലോമീറ്റർ ബാംഗ്ലൂരേക്കുള്ളൂ. അപ്പോൾ ആ 250 കിലോമീറ്റർ എനിക്ക് കൂളായിട്ട് ഈ പറഞ്ഞ 750 രൂപയുടെ CNGക്ക് എനിക്ക് എവിടെ എത്താൻ പറ്റും, ഈ പറഞ്ഞ ബാംഗ്ലൂർ എത്താൻ പറ്റും. നൈസായിട്ട് അപ്പ് ആൻഡ് ഡൗൺ എനിക്ക് 1500 രൂപയുടെ ഫ്യൂവൽ എനിക്ക് ബാംഗ്ലൂർ പോയിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റും. ഒരു സംശയമില്ല, എനിക്ക് ഒരു സംശയമില്ലാതെ പറയാൻ പറ്റും. അപ്പം ഞാൻ നിലവിൽ ഈ വണ്ടിയുടെ ഫിറ്റ്നസ് ഒക്കെ ആയിട്ടുണ്ട്. ഞാനത് ഫിറ്റ്നസ് റിന്യൂ ചെയ്യണോ അല്ലെങ്കിൽ പ്രൈവറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം എന്നുള്ളൊരു ഇതിൽ നിൽക്കുവാണ്. സംഗതി എന്തൊക്കെ പണി തന്ന വണ്ടിയാണെന്നുണ്ടെങ്കിലും എന്നെ ജീവിതം പഠിപ്പിച്ച അല്ലെങ്കിൽ എന്നെ ലൈഫിലോട്ട് തിരികെ കയറ്റി വിട്ട ഒരു ഒരു വ്യക്തിയല്ല, ഒരു യന്ത്രമാണിത്. അപ്പോൾ എനിക്കൊരു അറ്റാച്ച്മെന്റ് ഉണ്ട് ഇതിനോട്. നമുക്കൊരു മനുഷ്യന്മാരോടുള്ള അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോടും അല്ലെങ്കിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങളോടൊക്കെയുള്ള ഒരു അറ്റാച്ച്മെന്റ് ഇല്ല. അതേപോലെ തന്നെ എനിക്കൊരു വൈകാരികമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് എനിക്ക് ഈ വാഹനത്തിനോടുണ്ട്. അപ്പോൾ എന്തിനാണ് വെറുതെ ഓൺ അടിക്കുന്നത്? മുമ്പിൽ വണ്ടിനെ കാണുന്നില്ലേ? ഇത് നമ്മളെ പാനൂർ എന്ന് പറയും, പാനൂർ ടൗൺ. പാനൂർ ടൗൺ ആണ്. ഞാൻ ഇവിടെയൊക്കെയാണ് പഠിച്ചത്, ഇവിടെയൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഈ വണ്ടി പ്രൈവറ്റ് ആക്കണോ ടാക്സി ആയിട്ട് നിലനിർത്താമെന്ന് എനിക്കറിയില്ല. ടാക്സി ആയിട്ട് നിലനിർത്തി കഴിഞ്ഞാൽ എനിക്ക് വെറുതെ കിടന്ന് ഓടിക്കുന്നത്. മുമ്പിൽ വണ്ടി കാണുന്നില്ലേ? KL 41 രജിസ്ട്രേഷനോ? എന്തിനാണ് ഒരു മര്യാദ ഇല്ലാത്ത? KL 41 ഇവിടുത്തെ കാരണമാണോ അല്ലെങ്കിൽ ആലുവയിലുള്ള വണ്ടി എടുത്ത് ഓടിച്ച് വന്നതാണെന്ന് എനിക്കറിയില്ല. വെറുതെ കിടന്ന് ഓടിക്കുന്നത്. മുമ്പിൽ വണ്ടിയുണ്ട്, മുമ്പിൽ ഇഷ്ടംപോലെ വണ്ടിയുണ്ട്. വെറുതെ ഓടിച്ച് ബഹളം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കുറേ സമയമായി. കയറി പോകാനുള്ള സ്ഥലമൊന്നുമില്ല. വെറുതെ വെറുപ്പിക്കാൻ വന്നു കഴിഞ്ഞാൽ അവർ കയറി പോയി മഹേന്ദ്രനിലോട്ട്. വെറുതെ കിടന്ന് ഓടിക്കുന്ന KL 41B 3957. ഇതൊന്നൊരു മര്യാദ വേണ്ടേ? അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഞാൻ പറയാൻ ചങ്ങായി അത്. അപ്പോൾ ഞാൻ പറയാൻ വന്നത് ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ ഈ ഫീൽഡിൽ നിന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയാമല്ലോ, നമ്മൾ മറ്റേതൊരു ജോലിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കിട്ടുന്ന ആ ഒരു ഫ്രീഡം ഉണ്ടല്ലോ, ആ ഒരു സ്വാതന്ത്ര്യം, അത് നമുക്ക് വേറെ എവിടെയും കിട്ടൂല. അതൊരു പ്രധാന സംഗതിയാണ്. നമ്മൾ ഇതിൽ പണിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്ന സമയത്ത് നമുക്ക് ലോഗിൻ ചെയ്യാം. നമ്മുടെ സ്വന്തമായിട്ടുള്ളൊരു വണ്ടിയുടെ ഉടമ, നമ്മുടെ സ്വന്തം വണ്ടി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നുന്ന സമയത്ത് നമുക്ക് ലോഗിൻ ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ ഓടിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വിശ്രമിക്കാം. നമുക്ക് പേഴ്സണൽ ട്രിപ്പ് ഉണ്ടെങ്കിൽ അതെടുത്ത് പോവാം. ആ ഒരു ഫ്രീഡം ഉണ്ട് ഇതിൽ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രിപ്പ് എടുത്താൽ മതി. അങ്ങനെയുള്ള കുറേ സംഗതികളുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ്. പക്ഷേങ്കിൽ അതിനപ്പുറത്തോട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിലവിൽ ഈ പറഞ്ഞ ഈ ഒരു സംഗതി അത്ര മെച്ചത്തിലൊന്നുമല്ല. കാര്യം പറയാമല്ലോ. കാരണം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ മുൻകാലങ്ങളിൽ 200 രൂപ കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത് 168 രൂപ 170 രൂപയ്ക്കാണ്. കാരണം അത്രയും ഡിഫറൻസ് വന്നു. ഇതൊന്നും ഇവിടുത്തെ ഫ്ലീറ്റ് മാനേജർമാർക്കോ ഓണർമാർക്കൊന്നും ഒന്നും അറിയണ്ട. കാരണം അവർക്കെന്ന് പറഞ്ഞാൽ വണ്ടി എടുത്തിട്ട് ഏതെങ്കിലും ഡ്രൈവർമാരെ വെച്ച് വണ്ടി ഓട്ടിപ്പിച്ചാൽ മാത്രം മതി. കാരണം അവർ ഓട്ടിപ്പിച്ചിട്ട് കാശ് ഉണ്ടാക്കും. അവർക്ക് ഒന്നെങ്കിലും നിത്യേനയുള്ള ഡെയിലി റെന്റ്, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് നിത്യേന ഈ പറഞ്ഞ 3000-4000 രൂപയെ കൊണ്ട് അവർക്ക് ഈ പറഞ്ഞ 2000-3000 രൂപയുടെ മുകളിൽ ഈ പറഞ്ഞ ഡ്രൈവർമാരെ കൊണ്ട് വണ്ടി ഓടിപ്പിച്ചിട്ട് അതിലൊരു ഡെയിലി ഒരു 1300 രൂപ അല്ലെങ്കിൽ 1200 രൂപ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഇങ്ങനെ പോക്കറ്റിലോട്ട് കാശ് നിറച്ചാൽ മാത്രം മതി. അവർ ഈ പറഞ്ഞ ഈ ഫീൽഡിൽ എന്തുമാത്രം ഈ പറഞ്ഞ ഓൺലൈൻ കുത്തക കമ്പനികൾ റേറ്റ് വെട്ടിച്ചുരുക്കുന്നത് എന്നുള്ളത് അവർക്കറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു ഫീൽഡിൽ എന്തുമാത്രം ഈ ഓൺലൈൻ കുത്തക കമ്പനികൾ റേറ്റ് വെട്ടിച്ചുരുക്കുന്നുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടൊന്നും ഇവിടുത്തെ ആൾക്കാർക്ക് അറിയേണ്ട ആവശ്യമില്ല. അതാണ് ഈ അന്ന് റേറ്റ് ഇങ്ങനെ കുത്തനെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ കഴിഞ്ഞ ആഴ്ച ബാംഗ്ലൂരായിരുന്നു. ബാംഗ്ലൂർ പോയ സമയത്ത് പോലും ഞാൻ 2-3 ക്യാബ് പിടിച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ട് പോയത്. അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചീപ്പാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഡ്രൈവർ ആയതുകൊണ്ടും അല്ലെങ്കിൽ ഞാൻ ഓടിച്ച ഒരാളായതുകൊണ്ടും ഞാൻ എന്തെങ്കിലും എക്സ്ട്രാ ഒരു 20 രൂപ 30 രൂപ ടിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പറഞ്ഞ ഓട്ടോ ആണെന്നുണ്ടെങ്കിൽ ടാക്സി ആണെന്നുണ്ടെങ്കിൽ. കാരണം ആ ട്രാഫിക് എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ ട്രാഫിക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ പിന്നെ ബംഗളൂരു യശ്വന്ത്പുരല്ല യലഹങ്ക സൈഡിൽ നിന്ന് പിന്നെ മല്ലേശ്വരം ഭാഗത്തോട്ട് വന്ന സമയത്ത് നല്ല ട്രാഫിക്കായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ച് ഈ പറഞ്ഞ പൈസ ഇവർക്ക് എങ്ങനെ മുതലാകുന്നു. ഒരു കൂലിപ്പണിക്ക് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ബസ് ഡ്രൈവറായിട്ട് നമ്മൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ രാത്രി വരെ ജോലി ചെയ്ത്, അല്ലെങ്കിൽ ഒരു ടൈലിൻ്റെ പണിക്ക് പോയി, അല്ലെങ്കിൽ കല്ലിൻ്റെ പണിക്ക് പോയി, കോൺക്രീറ്റ് പണിക്ക് പോയി എന്നൊക്കെ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പണിക്ക് പോയി കഴിഞ്ഞാൽ അതിനൊരു ഫിക്സഡ് ആയിട്ടുള്ളൊരു വരുമാനമായിരിക്കും. അതിന് കഷ്ടപ്പാടുണ്ടെന്ന് പറഞ്ഞാൽ അതങ്ങനത്തെ അതിൻ്റെ ഒരു രീതിയാണ്. പക്ഷേ ഇതേ സമയത്ത് നമുക്ക് ഈ ഓൺലൈൻ ടാക്സി ഓടിക്കുന്ന സമയത്ത് നമുക്ക്
ഓരോ ട്രിപ്പ് അറ്റൻഡ് ചെയ്ത് അതിൽ നിന്നുള്ള വരുമാനം അല്ലെങ്കിൽ ഫ്യൂൽ എക്സ്പെൻഡിച്ചേഴ്സ് ഇതൊക്കെ കഴിച്ച് നമുക്ക് എന്താ പറയുക, നമുക്ക് മണിക്കൂറിന് ഇത്ര രൂപ എന്നുള്ളൊരു ആവറേജ് കാൽക്കുലേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വരുമാനം നേടാൻ പറ്റും. ആദ്യകാലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ യൂബറിന്റെ ഫ്ലീറ്റിൽ എൻ്റെ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെർ ഹവർ ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ 350 to 380 400 ആണ്. അതായത് മണിക്കൂറിൽ ഏകദേശം എൻ്റെ വരുമാനം എന്ന് പറഞ്ഞാൽ ഏകദേശം അത്രയാണ്, 380 to 400 ആ റേഞ്ചിലാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരാൾ ഒരു 10-12 മണിക്കൂറൊക്കെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു ദിവസം ഒരു 10-12 മണിക്കൂർ ജോലി ചെയ്ത് കഴിഞ്ഞാൽ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ 3500, 4000 രൂപയൊക്കെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുമായിരുന്നു എറണാകുളത്ത്. അതിൽ തന്നെ ഫ്യൂൽ എക്സ്പെൻഡിച്ചേഴ്സ് കഴിഞ്ഞാൽ 3000 രൂപ, 2500-3000 രൂപ നമുക്ക് പ്രോഫിറ്റാണ് മിനിമം. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു ജോലിക്കും നമുക്ക് എന്ത് ചെയ്യില്ല, നമുക്ക് ഈ ഒരു വരുമാനം കിട്ടൂല. അതൊക്കെ ഉള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ സംഗതികൾ ഇതിൽ പ്ലസ് പോയിന്റും ഉണ്ട് നെഗറ്റീവ്സും ഉണ്ട്, രണ്ടും ഉണ്ട്, പ്ലസും നെഗറ്റീവ്സും രണ്ടും ഉണ്ട്. അപ്പോൾ നെഗറ്റീവ് മെയിനായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ റേറ്റ് വെട്ടിച്ചുരുക്കി ഈ പറഞ്ഞ എവിടെയും ഇല്ലാത്ത മറ്റേ ഓട്ടോക്കാർക്ക് കിട്ടും, ഇതിനും റേറ്റ് ഓട്ടോക്കാർക്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഈ വെട്ടിച്ചുരുക്കി ഇതിനെ എന്ന് പറഞ്ഞാൽ പക്ക ഒരു എന്താണ് താഴ്ത്തി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഓൺലൈൻ കമ്പനികൾ കൂടി ചേർന്നിട്ട്. മാന്യമായിട്ടുള്ളൊരു ഫെയർ തരുവാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ ഓട്ടോ കാശിനെക്കാട്ടും താഴ്ന്ന ഫെയറിനാണ് ഈ പറഞ്ഞ ഓൺലൈൻ ഡ്രൈവർമാർ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു നെഗറ്റീവ് വശമാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ പറയുക, ഈ കസ്റ്റമേഴ്സിനെ നമ്മൾ ടോളറേറ്റ് ചെയ്യണം. കുറേ ഈ മുതലാളിമാരും പിന്നെ അമ്മച്ചിമാരൊക്കെ ഉണ്ടാവും, ഇവന്മാരെയൊക്കെ നമ്മൾ ടോളറേറ്റ് ചെയ്യണം. നമ്മൾ എത്രത്തോളം വളരെ ക്ലീനായിട്ട് വണ്ടി ഓടിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ക്ലീനായിട്ട് വണ്ടി ഓടിക്കുന്നോ അല്ലെങ്കിൽ വളരെ മര്യാദയോടെ നമ്മൾ എത്ര നിന്ന് കഴിഞ്ഞാലും ഇവർ അതേപോലെ തിരിച്ചു നോക്കൂല. കിട്ടുന്നതിലും കൂടുതലും ഒരു 40% ഇങ്ങനത്തെ വള്ളി കേസുകളായിരിക്കും, അല്ലെങ്കിൽ ഒരുമാതിരി പെരുമാറാൻ അറിയാത്ത കുറേ മൊയന്തുകളായിരിക്കും കൂടുതലും. വല്ലപ്പോഴും ഞാൻ 3 മാസം 4 മാസം കൂടുമ്പോൾ ഇവിടെ വരുമ്പോൾ മാത്രമേ ഇത് പിടിക്കുകയൊക്കെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ കണ്ടോ നിങ്ങൾ, ട്രൈപോഡ്, ലൈറ്റ്, ഇങ്ങനെയുള്ള കുറേ സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ചെറിയൊരു കാണിച്ചു തരാം ഞാൻ. ഒരു മിനിറ്റ്. പോയാ നോക്കാ. ഇതൊക്കെ എൻ്റെ ചില സാധനങ്ങളാണ്. വേറെ എനിക്കധികം ലഗേജും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഞാനൊരു ചെറിയ സംഗതി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ വിശ്രമം, കിടന്നുറങ്ങാൻ എനിക്കും ഭയങ്കര ക്ഷീണം. ഇവിടെ ചെറിയ സംഗതി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവിടെ തന്നെ വർക്കൗട്ട് ആവുമോ അല്ലെ വേറെ സ്ഥലം നോക്കേണ്ടതെന്ന് എനിക്കറിയില്ല. സ്ഥലം അതേപോലെ ഈ പറഞ്ഞ സാങ്കേതിക വിദ്യകളുടെ പരിമിതികളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈപോഡും അതേപോലെ ചെറിയ ലൈറ്റിംഗ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ നടക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് കാര്യം. ഇതെൻ്റെ വണ്ടിയുടെ കുറച്ച് പാർട്സ് ഉണ്ട് പെയിൻ്റ് അടിക്കാനുള്ള. വേറൊരു വണ്ടിയുടെ ഇൻറ്റീരിയർ പാർട്സൊക്കെ പെയിൻ്റ് അടിക്കാനുണ്ട്. ഇവിടെ ഭക്ഷണം ഒന്നും കഴിക്കാനൊന്നുമില്ല. പുറത്ത് പോയിട്ട് ഞാനിപ്പോൾ ഹോട്ടലിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കേണ്ടി വരും, ഭയങ്കര വിശപ്പ്. അപ്പോൾ അതാണ് കാര്യം. ബാക്കി കാര്യങ്ങൾ എന്നൊക്കെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്തിട്ട് ഇനി ബാക്കി വീഡിയോ രണ്ടാമത്തെ സെഷനായിട്ട് നമുക്ക് അതിലൂടെ സംവദിക്കാം. ഇത് തന്നെ രണ്ടാമത്തെ സെഷനാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ കണ്ടിന്യൂഷൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ തുടക്കത്തിൽ കണ്ട ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ അല്ലെ POV ഡ്രൈവിംഗ് വീഡിയോയുടെ കണ്ടിന്യൂഷൻ തന്നെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ കൂടെ ഓൺലൈൻ ടാക്സി ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എല്ലാം ഞാനിതിൽ പറയുന്നതായിരിക്കും. ഇതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. ഇനി ഇതിൻ്റെ മുകളിലോട്ട് വേറെ കണ്ടന്റുകളും ഞാൻ പോസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എൻ്റെ കഴിഞ്ഞ 5.5 വർഷത്തിന് മുകളിലായിട്ടുള്ള ഈ ഓൺലൈൻ ടാക്സി പിന്നെ അനുഭവങ്ങൾ ഞാൻ പല രീതിയിൽ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ചിത്രീകരിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ ഈ പ്രസ്ഥാനം ഇത് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ്, അപ്പോൾ കർണാടകത്തിൽ നിന്നാണ്. അപ്പോൾ അതിന് മുന്നേയും പല വാഹനങ്ങളെയും ഓടിച്ചിട്ടുണ്ട്, പല മേഖലയിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ ഈ ഒരു ഓൺലൈൻ ടാക്സി സംവിധാനം ഞാൻ തുടങ്ങിയത് ബാംഗ്ലൂരിലാണ്. അപ്പോൾ എനിക്കിപ്പോഴും നമ്മൾ ആ ഒരു കോസ്റ്റ് ഓഫ് ലിവിങ് ഇങ്ങനെയുള്ള പല സംഗതികൾ വെച്ച് നോക്കുമ്പോൾ എറണാകുളത്തെ അപേക്ഷിച്ച് എനിക്ക് ബാംഗ്ലൂർ തന്നെയാണ് എനിക്ക് താല്പര്യം. ഇപ്പോൾ നിലവിൽ ഇത്രയും വർഷ കാലയളവിൽ ഞാൻ ഏകദേശം 10-12,000 ട്രിപ്പിന് മുകളിൽ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പേഴ്സണൽ ട്രിപ്പുകൾ, പിന്നെ പാക്കേജ് ഓട്ടങ്ങൾ, ഇങ്ങനെ തുടങ്ങിയ പല സംഗതികളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു സ്റ്റുഡിയോ സെറ്റപ്പൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇത് എൻ്റെ ഇന്നോ ഇന്നലെയോ ഉള്ള ഒരു പിന്നെ ആഗ്രഹമല്ല. ഇത് ഞാൻ വളരെ വർഷങ്ങൾ മുന്നേ എനിക്ക് ഉണ്ടായിരിക്കുന്ന ഒരു തോട്ടായിരുന്നു. ഇപ്പം ഞാൻ ഇന്ന്
വർക്കൗട്ട് ചെയ്യുന്ന പല സംഗതികളുണ്ട്. നിങ്ങൾ ഈ വീഡിയോയിലൂടെ മാത്രം എന്നെ കണ്ട് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അതിനപ്പുറത്തേക്ക് കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. അപ്പം ഞാൻ ഈ ഒരു യൂബർ ഡ്രൈവർ വീഡിയോകൾ കണ്ടിട്ട് മാത്രം എന്നെ നിങ്ങൾ വിലയിരുത്തരുത്. കുറേ കാലമായിട്ട് ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഈ ഒരു ലൈറ്റിംഗ് സെറ്റപ്പ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം, അതോടുകൂടെ ഈ പറഞ്ഞ ഓൺലൈൻ ടാക്സി ഡ്രൈവർ ബ്ലോഗ് അവസാനിപ്പിക്കണം എന്നൊക്കെ എനിക്കുണ്ടായിരുന്നു. കുറേ കാലം മുന്നേ തൊട്ടേ ഉണ്ടായിരുന്നു. അതിനിപ്പോഴാണ് സമയം ഒത്തു കിട്ടിയത്. ഈ ക്യാപ്പും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞൊരു ഒരാഴ്ച മുന്നേ ഞാൻ ബാംഗ്ലൂരിലൊരു ഇവന്റിന് പോയിരുന്നു, KTM കപ്പ്, ഒരു റേസിംഗ് കോമ്പറ്റീഷൻ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഈ പറഞ്ഞ ഗുഡീസും ഈ പറഞ്ഞ ടീഷർട്ടും ഈ ക്യാപ്പും കാര്യങ്ങളൊക്കെ അതിൻ്റെതാണ്. ആഫ്റ്റർ വെരി ലോങ് ടൈം, മോർ ദാൻ 34 months ആഫ്റ്റർ ബീങ് മെറ്റ് വിത്ത് ആൻ ആക്സിഡന്റ്, ഞാൻ ഒരു ആക്സിഡന്റിന് ശേഷം 34 മാസത്തിന് ശേഷമാണ് ഞാനൊരു സ്പോർട്സ് മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നത്, അതും ഒരു ട്രാക്കിൽ. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം കഴിഞ്ഞ 2-3 കാലയളവിൽ ഞാൻ എറണാകുളത്ത് ഈ ടാക്സി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഫുൾ ടൈമായിട്ട്. അപ്പോൾ അതിനിടയിൽ ഞാൻ മറ്റുള്ള എന്റർടൈൻമെന്റ്, മറ്റുള്ള ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ഞാൻ പോയിട്ടില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ കാര്യത്തിലോട്ട് വെക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു സംഗതി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കർണാടകത്തിലായിരുന്നു. അപ്പോൾ അവിടെ എനിക്ക് ഒത്തിരി നല്ല അനുഭവങ്ങളുണ്ട്. ഞാൻ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്രയും ലാംഗ്വേജിന്റെ ഈ പറഞ്ഞ പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ ലാംഗ്വേജ് ഫൈറ്റ് വാറൊന്നും ആ സമയത്തില്ല. ഇന്നെന്ന് പറഞ്ഞാൽ തമിഴ്നാട് വേഴ്സസ് കർണാടക, കർണാടക വേഴ്സസ് മറാത്തി, കർണാടക വേഴ്സസ് ഹിന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രൊട്ടസ്റ്റാണ് അവിടെ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർണാടക എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ വലിയൊരു ഹബ്ബാണ്. അപ്പോൾ അവിടെ ഈ നോർത്ത് ഇന്ത്യൻസും അതർ സ്റ്റേറ്റ് എന്ന് വരുന്ന ആൾക്കാരെല്ലാം അവിടെ വന്ന് ജോലി ചെയ്യും. അപ്പോൾ അതിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടും പോരാത്തതിന് ഈ അതർ സ്റ്റേറ്റിലെ ആൾക്കാരൊക്കെ അവിടെ വന്നിട്ട് അഴിഞ്ഞാടുമ്പോൾ സ്വതവേ കന്നഡക്കാർക്ക് അത് ഇഷ്ടപ്പെടില്ല. ഈ നമ്മളൊരു കാര്യം പറയാമല്ലോ, നമ്മൾ മലയാളികളെ തമിഴ്നാട് അല്ലെങ്കിൽ കർണാടകക്കാരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. മലയാളികൾക്ക് വലിയ പ്രതികരണശേഷിയുണ്ട്. അത് ഏതൊരു ആസ്പെക്ട് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലയാളികൾക്ക് പ്രതികരണശേഷി. അതേസമയത്ത് ഇപ്പം കർണാടക, തമിഴ്നാടൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുവാണെന്നുണ്ടെങ്കിൽ അവർ ഒറ്റക്കെട്ടായി നിൽക്കുകയും ചെയ്യും, അവർ നല്ല രീതിയിൽ പ്രൊട്ടസ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു രീതിയാണ്. പിന്നെ എനിക്ക് എന്താ പറയുക, നമ്മൾ ബാംഗ്ലൂരൊക്കെ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വളരെ ചുരുക്കമാണ്. വളരെ ചെറിയ പൈസ കൊണ്ട് നിങ്ങൾക്ക് ഒരു ദിവസം കഴിഞ്ഞുവിടാം. അക്കോമഡേഷൻ്റെ കാര്യമല്ല, അക്കോമഡേഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും നിസ്സാര വിലക്കൊക്കെ കിട്ടും. അത് സിറ്റിയുടെ നടുവിലല്ല, കുറച്ച് ഔട്ടറിലൊക്കെ മാറിയിട്ട് നിങ്ങൾക്ക് വളരെ നിസ്സാരം തുച്ഛമായിട്ടുള്ള പൈസയ്ക്ക് നിങ്ങൾക്ക് അക്കോമഡേഷൻ കിട്ടും. ഒരു ദിവസം ഒരു ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ആകെ നിങ്ങളൊരു മസാല ദോശ കഴിച്ചാൽ പോലും, ടിഫിൻ ഷോപ്പിൽ നിന്ന് കഴിച്ചാൽ പോലും അത് 30-35 രൂപയാണ്. അത്രേ ഉള്ളൂ. ഒരു കുഷ്ക അല്ലെങ്കിൽ ഒരു ഗീ റൈസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉച്ച കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ 35-40 രൂപ. എല്ലാം കൂടെ 120 രൂപയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 നേരം നിങ്ങൾക്ക് ലാവിഷായിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കാം. എനിക്ക് കർണാടകത്തിലെ കൾച്ചറാണ് കുറച്ചുകൂടി എനിക്കിഷ്ടം. അതെന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ ഒരു സിറ്റി ആയതുകൊണ്ടല്ല, പൊതുവെ എനിക്ക് നമ്മളെ മലയാളികളെക്കാളും കുറച്ചുകൂടെ താല്പര്യം എനിക്ക് ഈ പറഞ്ഞ ആൾക്കാരോട്. പൊതുവെ എനിക്ക് എന്താ അറിയില്ല, നമ്മളെ എറണാകുളം കാര്യമൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ, എറണാകുളം കാര്യം എന്ന് പറഞ്ഞാൽ എറണാകുളത്തുള്ള ലൈഫ് സ്റ്റൈലും അല്ലെങ്കിൽ എറണാകുളത്ത് വന്ന് ചേക്കേറിയ വരത്തന്മാരായിട്ട് ആൾക്കാരൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ബാംഗ്ലൂരാണ്. മലയാളികൾ കുറച്ച് ഭയങ്കര അഹങ്കാരികളാണ്. കയ്യിലൊരു 2 ചക്രം കാശ് വരുമ്പോഴത്തേക്ക് അവനവൻ്റെ കൈക്കുണക്കാണ്. അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയാണ്. അതിൻ്റെ പല വീഡിയോസ് ഓവർ എക്സാജറേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചധികം എക്സ്പ്രസ് ചെയ്ത് പല രീതിയിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ മുന്നിലേക്ക്. അപ്പം ഇൻ ദി എൻഡ് എനിക്കറിയായിരുന്നു ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുമെന്നും ഇതിന് ശേഷം ഞാൻ മറ്റു പല കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാനിരിക്കുന്നതാണെന്നും എനിക്ക് മുൻകൂട്ടി അറിയാമായിരുന്നു. അപ്പോൾ എൻ്റെ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞൊരു കുറച്ച് വർഷ കാലയളവിൽ ഞാൻ ചില കാര്യങ്ങളുടെ പിറകെയായിരുന്നു റിലേറ്റഡ് ടു മെനി തിങ്സ്. നമ്മുടെ സമൂഹമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളുടെയും പിന്നാലെയായിരുന്നു ഞാൻ ഓടിക്കൊണ്ടിരുന്നത്. ബീങ് എ യങ്സ്റ്റർ, ബീങ് എ യൂത്ത്, ഒരിക്കലും ഇങ്ങനെ ഒരു ചിന്ത മറ്റൊരാളിലും ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നില്ല. ബട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇങ്ങനെയുള്ള പല സംഗതികളുടെയും പിറകെയാണ്. അപ്പം ഞാൻ ഈ ഓൺലൈൻ ടാക്സി ഓടിച്ചതിൽ എനിക്ക് ചില മോശം അനുഭവങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകാം. എനിക്കുണ്ടായിട്ടുള്ള മോശം അനുഭവങ്ങൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ 1 by 1 ആയിട്ട് പറഞ്ഞു പോകാം. എല്ലാമല്ല, കുറച്ച് കാര്യങ്ങൾ. ഈവൻ പെറ്റ് ആനിമൽസിനെയൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ വാഹനത്തിൽ അഴുക്കാക്കിയിട്ട് അവസാനം അവരുടെ ഭാഗത്തുനിന്ന് വളരെ മോശം പ്രതികരണങ്ങൾ നേരിടേണ്ട അവസ്ഥ വന്നു. അതെനിക്ക് ബാംഗ്ലൂർ ഒരുപാടുണ്ടായിരുന്നു. രാത്രി ഒരു പെറ്റിനെ കൊണ്ട് പോയിട്ട് കാറിനകത്ത് ഫുള്ള് ഈ രോമം ഉണ്ടായി. അവർ എക്സ്ട്രാ പൈസ തരാമെന്ന് ഒരു കമ്മിറ്റ്മെന്റ് തന്നെങ്കിലും ലാസ്റ്റ് ഇറങ്ങി പോകാൻ നേരത്ത് ഇഞ്ചിന്റെ പൈസ തന്നുമില്ല. ചോദിച്ചപ്പോൾ എന്നെ വളരെ ഇൻസൾട്ട് ചെയ്തിട്ട് അവർ കടന്നു കളഞ്ഞു. ഒരു നോർത്ത് ഇന്ത്യയിലായിരുന്നു. പിന്നെ ഈ പറഞ്ഞ വെള്ളം അടിച്ചിട്ട് ഡ്രങ്ക് കേസുകൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ എടുക്കാറില്ല, ഡ്രങ്ക് കേസൊന്നും ഞാൻ എടുക്കാറില്ല. അതുപോലെ നൈറ്റ് ഈ പബ്ബ്, പാർട്ടി, ബാർ, റെസ്റ്റോറൻറ്റ് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പിക്കപ്പിന് പോകുമ്പോൾ ഞാൻ നോക്കും, ആളുടെ പ്രൊഫൈൽ നോക്കും. അറ്റ്ലീസ്റ്റ് നമ്മളൊന്ന് വിളിച്ച് സംസാരിക്കും, എങ്ങനെയാണ് പാസഞ്ചർ എന്നുള്ളത് നോക്കിയിട്ട് മാത്രമേ ഞാൻ കൊണ്ട് ട്രിപ്പ് എടുക്കാറുള്ളൂ. പിന്നെ ഈ സിഗരറ്റ് കത്തിച്ച ആൾക്കാരുണ്ട്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ കമ്മീഷൻ ബേസിൽ ഓടിക്കുന്ന സമയത്തും ഇതിന്റെ തുടക്കകാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ കാറിനകത്ത് സിഗരറ്റ് സ്മോക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ സിഗരറ്റ് സ്മോക്ക് ചെയ്തിട്ട് ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് ആ സമയത്തൊക്കെ. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭയഭക്തി ബഹുമാനത്തോടെ ഈ പാസഞ്ചറിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. പിന്നെ ഈ പറഞ്ഞ ഡയപ്പർ മനഃപൂർവ്വം കാറിന്റെ ഈ സീറ്റിന് അടിയിലോട്ട് താഴ്ത്തി വെച്ചിട്ട് സ്കൂട്ടായി നിന്നൊരു യുവതി ഞാൻ കൈയോടെ പിടികൂടി. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിലുള്ള ഡയപ്പർ ഏതെങ്കിലും ഒരു പബ്ലിക്
ടോയ്ലറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനെയുള്ള പൊതു സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്യാബുകളിലോ എവിടെയെങ്കിലും ഒന്ന് തട്ടിയിട്ട് പോകണം, അവർക്ക് കൈയൂരി പോകണം. അപ്പം ഇത് എനിക്കറിയാം, നമുക്ക് ഒരു പാസഞ്ചർ നമ്മുടെ വാഹനത്തിനകത്ത് പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള കൃത്രിമങ്ങൾ കാണിക്കുമ്പോൾ നമുക്കത് ഫീൽ ആവും. നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ അവരുടെ ചില ചലനങ്ങൾ, അവരെന്തെങ്കിലും പിന്നീട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും. നമ്മൾ ഈ നക്കാപ്പിച്ചക്കാണ്, ഈ ഓട്ടോ കാശിന് പോലും തികയാത്ത രീതിയിൽ അത്രയും ചീപ്പായിട്ടാണ് നമ്മളിവിടെ ടാക്സി ഓടിക്കുന്നത്. അപ്പോൾ ഈ ആലുവ മണപ്പുറത്തിനടുത്ത് മഹാദേവ ക്ഷേത്രത്തിനടുത്ത് ഒരു ഫ്ലാറ്റിൽ പിക്കപ്പ്, അതിന്റെ സൈഡിലത്തെ ഒരു ഫ്ലാറ്റാണ്. അവിടെ പിക്കപ്പിന് പോയ സമയത്ത് ഞാൻ ലൊക്കേഷനിലെത്തി, ഗേറ്റ് ക്ലോസ്ഡ് ആണ് അപ്പാർട്ട്മെന്റിന്റെ. അപ്പോൾ ഞാൻ പറഞ്ഞ ലൊക്കേഷനിലെത്തിയിരുന്നു, ഗേറ്റ് തുറന്നിട്ട് അതോടേക്ക് വന്നോളുന്നത്. പുള്ളി നമ്മൾ ആജ്ഞാപിക്കുകയാണ്, നമ്മളോട് ആജ്ഞാപിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല ഗേറ്റ് തുറക്കാൻ സെക്യൂരിറ്റി ഉണ്ടാവില്ല, ഗേറ്റ് തുറന്നിട്ടൊന്നുമില്ല, നിങ്ങൾ തുറന്നിട്ട് അതേക്ക് വന്നാൽ പോരെ, അതിനെന്തിനാ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് എന്നെ ശകാരിക്കേണ്ടായി. അപ്പം ഞാൻ എന്ത് ചെയ്തു, അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ എടുക്കുന്ന പരിപാടിയൊന്നുമില്ല. ഞാൻ എന്തെന്ന് പറഞ്ഞാൽ പുറത്താണ് എനിക്ക് പിക്കപ്പ് ലൊക്കേഷൻ കാണിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ അവിടെ തന്നെ വെയിറ്റ് ചെയ്തു. ഒരു മുകളിലത്തെ ഫ്ലാറ്റിൽ നിന്ന് ആ ലേഡി കൈ കാണിക്കുന്നുണ്ട്, 3ാം നിലയോ 4ാം നിലയോ കണ്ടു, ആ റോഡ് ഫേസിങ് തന്നെയുള്ള അപ്പാർട്ട്മെന്റാണ്. അപ്പോൾ അവിടെ നിന്ന് കൈ കാണിക്കുന്നത് ഞാനൊന്നും മൈൻഡ് ചെയ്തില്ല. അതായത് നമ്മളെ ഈ അടിമകളെ പോലെ, പട്ടിയെ പോലെ കാണുന്ന പാസഞ്ചേഴ്സാണ് കൂടുതലും, എല്ലാവരും അല്ല കൂടുതലും. അപ്പം ഞാൻ എന്ത് ചെയ്തൊന്നുമില്ല, കുറേ സമയം അവിടെ വെയിറ്റ് ചെയ്ത് 6 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്തിട്ട് അവർ വന്ന് ഗേറ്റ് തുറക്കാൻ നേരത്തെ ഞാൻ ക്യാൻസൽ ചെയ്യാൻ പോയി. പിന്നെ ഈ മൾട്ടിപ്പിൾ ട്രിപ്പ് ബുക്ക് ചെയ്യുന്ന പാസഞ്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സ്ഥിരമാണ്. കാക്കനാട് ഭാഗത്തും പരമ്പള്ളി നഗർ ഭാഗത്തും എറണാകുളം ഭാഗത്തൊക്കെ ഇത് സ്ഥിരമാണ്. ഈ മൾട്ടിപ്പിൾ റൈഡ് ബുക്ക് ചെയ്യുന്ന മൾട്ടിപ്പിൾ ആപ്ലിക്കേഷനിൽ അത് സ്ഥിരമാണ്. എൻ്റെ വീഡിയോ തന്നെ നിങ്ങൾ കുറേ വീഡിയോ കണ്ടിട്ടുണ്ടാവും. മൾട്ടിപ്പിൾ റൈഡ് ബുക്ക് ചെയ്തിട്ട് കൈയോടെ പിടികൂടി ഞാൻ ചോദ്യം ചെയ്യുന്നതായിട്ട് വന്നിട്ട് പല വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ചില ലേഡീസ് ഇയർബഡ്സ് ചെപ്പിത്തോണ്ടി എന്ന് പറയും, ചെവിട്ടിൽ തിരികിയിട്ട് അതിൻ്റെ അതും അതേപോലെ ഈ മൂക്ക് ചീറ്റിയിട്ടുള്ള ഈ വെറ്റ് വൈപ്സ് അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ, ഈ ലിപ്സ്റ്റിക് ബോർഡ്, ഈ സാധനങ്ങൾ, പിന്നെ ഇങ്ങനെ ഈ ക്യൂടെക്സ് പോലും കയ്യിൽ ഇങ്ങനെ കൂടുതലായി പോയിട്ട് അതിൻ്റെ സീറ്റിലേക്ക് ഇങ്ങനെ വരച്ചു പോയ ആൾക്കാർ. പിന്നെ ഈ ഫ്രഞ്ച് ഫ്രൈസ്, ഈ മെക്ഡി അല്ലെങ്കിൽ KFC എന്നൊക്കെ വാങ്ങിയതിൻ്റെ ഫ്രഞ്ച് ഫ്രൈസും ഈ ചിക്കൻ്റെ സാധനങ്ങൾ ഡിക്കിയിൽ ഇങ്ങനെ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഡിക്കിയിൽ ഇട്ടിട്ട് എയർപോർട്ടിൽ ഇട്ടപ്പോൾ എനിക്ക് നല്ല ഓർമ്മയാണ്. അവൻ്റെ ഒരു നേവി ഉദ്യോഗസ്ഥനായിരുന്നു. ഇതൊന്നും രണ്ടൊന്നല്ല, കുറേ അനുഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ ഭക്ഷണാവശിഷ്ടങ്ങൾ, പദാർത്ഥങ്ങളൊക്കെ നമ്മളെ കാറിനകത്ത് ഇങ്ങനെ ഇട്ടിട്ട് പോകുന്ന ആൾക്കാർ ആലോചിച്ച് നോക്കണം. ഈ നമ്മളെ ഹാൻഡ് ബ്രേക്ക് ഉണ്ടല്ലോ, ആ സെൻട്രൽ കൺസോളിന്റെ ഇതായിട്ട് കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ഒരു ബോട്ടിൽ ഹോൾഡർ അടക്കം വരുന്ന ഒരു ഏരിയ, ഈ ഹാൻഡ് ബ്രേക്ക് മേലെ കാല് നീട്ടി വെച്ച ആൾക്കാർ, ഹാൻഡ് ബ്രേക്കിന്റെ മുകളിലോട്ട് കാല് പിന്നിന്ന് നീട്ടി വെച്ച ആൾക്കാർ. ഞാനിതൊന്നും കളവ് പറയുന്നില്ല, എനിക്ക് കളവ് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ പോലും ഉണ്ടായിട്ടുണ്ട്. കൈ കഴുകിയ ആൾക്കാരുണ്ട്. ഒരിക്കൽ സ്കൈലൈൻ ഐ വി ലീഗിൽ നിന്ന് ഞാൻ ലുലു മാളിലേക്ക് പോകുന്ന സമയത്ത് ഇത് നല്ല വെള്ളമാണെന്ന് ചോദിച്ചു. ബോട്ടിൽ ഹോൾഡർ വെള്ളം വെച്ചിട്ടുണ്ട്, അത് നല്ല വെള്ളമാണെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ അവർ കുടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ വിചാരിച്ചു. അവർ എന്നിട്ട് ഒരു 4-5 സ്പൂൺ കയ്യിലെടുത്തിട്ട് കൈ ഇങ്ങനെ കഴുകുക, കാറിനകത്ത് വെച്ചിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം. എങ്ങനെയാണ് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത്? ഒരു തീരെ മര്യാദയില്ലാതെ പെരുമാറാൻ ഇവർക്ക് എങ്ങനെ സാധിക്കുന്നു എന്നാണ് എൻ്റെ ചോദ്യം. കാരണം എനിക്കൊന്നും ഇങ്ങനെയുള്ള പരിപാടി എനിക്ക് കാണിക്കാൻ പറ്റില്ല. ഒരു അന്യന്റെ വാഹനത്തിൽ നമ്മളിങ്ങനെ കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. ഞാനങ്ങനെ ചെയ്യില്ല. ഇങ്ങനെ ഒത്തിരി കേസുകൾ, ഈ ചില കസ്റ്റമേഴ്സ് ഡോർ തുറക്കുന്നുണ്ട്, അപ്പുറം മതിലോ അല്ല അപ്പുറം വാഹനങ്ങളോ ഒന്നും നോക്കില്ല, അവർ നേരെ അങ്ങ് തുറന്നേക്കും. നേരെ അങ്ങ് തുറന്നിട്ടേക്കും. ഡോർ ഡാമേജ് ആവും, വണ്ടി കിടിച്ചിട്ട് അല്ലെങ്കിൽ മതിലിനെ കൊണ്ട് വരച്ചിട്ട് ഡോർ ഡാമേജ് ആവും. നമ്മൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാഡം ഡോറ് സ്ക്രാച്ച് ആണെന്ന് കാണുന്നില്ല, അല്ലെങ്കിൽ വണ്ടി ഒന്ന് നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ റഫ് അടിച്ച് പറയുന്നു വേണ്ട. നമ്മൾ വളരെ മര്യാദയോടെ സംസാരിച്ചാൽ പോലും ഡോറ് സ്ക്രാച്ച് ആവുന്നു എന്നിങ്ങനെ പറഞ്ഞാൽ പോലും അവർക്കത് അംഗീകരിക്കാൻ പറ്റില്ല. അവർക്ക് അപ്പം തന്നെ അവർ ഡോറൊന്നും പറ്റിയിട്ടൊന്നുമില്ല, അതൊന്നും കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ അവർ ഒരു മുഖഭാവം പുച്ഛഭാവം വെച്ചിട്ട് അവരങ്ങനെ. ഇങ്ങനെയുള്ള പല അനുഭവങ്ങളുണ്ട്. ഈ ചിലവർ റോഡിൽ ഇരുന്നിട്ട്, നമ്മൾ പിക്കപ്പിന് പോയി കഴിഞ്ഞാൽ റോഡിൽ ഇരുന്നിട്ട് കൈ കാണിക്കും, അവരാണെന്നുള്ള രീതിയിൽ കൈ കാണിക്കും. അവർ ഇങ്ങോട്ടേക്ക് അടുത്തേക്ക് വന്നിട്ട് കീറാൻ ശ്രമിക്കും. അവർ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ നമുക്ക് പോയിട്ട് പിക്ക് ചെയ്യാൻ പറ്റില്ല. എന്നെ തൊട്ട് മുന്നിൽ 1 മീറ്റർ മുന്നിൽ അവരവിടെ നിൽക്കുന്നുണ്ട് എന്ന് വെച്ചാൽ എനിക്ക് അവിടെ നിന്ന് പിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ ചിലപ്പോൾ റോഡ് ഇടുങ്ങിയ സ്ഥലമായിരിക്കും, അല്ലെങ്കിൽ പിന്നീട് വാഹനങ്ങൾ വരുന്നുണ്ട്. എനിക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് പ്രോപ്പറായിട്ട് അവിടെ ഒതുക്കിയതിന് ശേഷം മാത്രമേ പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ശകലം, ഒരു 2 മീറ്റർ മുന്നോട്ടേക്ക് വണ്ടി നിർത്താൻ പോലും സാവകാശം ഇവരെ നമുക്ക് തരില്ല. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഫെയർ വന്നിട്ട് 96 രൂപ 97 രൂപയാണ് ഈ യൂബറിലൊക്കെ. അപ്പൊ അത് 3 കിലോമീറ്റർ ഡ്രോപ്പ് ഓഫിനൊക്കെ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന 97 രൂപ. അത് പിക്കപ്പ് ചിലപ്പോൾ 2 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഓവറോൾ 5 കിലോമീറ്റർ ഒക്കെ ആയിരിക്കും ഓവറോൾ കിലോമീറ്റർ. ലൊക്കേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു 6-7 മിനിറ്റ് സമയം എടുത്തെന്ന് വെച്ചു. അവിടെ നിന്ന് തിരിച്ചൊരു ഇത്ര സമയം വേണം, 3 കിലോമീറ്ററോടെ ഒരു 10-15 മിനിറ്റ് കൂടി, അല്ല 10 മിനിറ്റ് കൂടി. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ 10-15 മിനിറ്റ് വെയിറ്റിംഗ് വരെ. ഇതൊന്നും ഞാൻ ടോളറേറ്റ് ചെയ്യാറില്ല. കാരണം ഇത്രയും കുറഞ്ഞ വേതനത്തിന് നമ്മൾ ഈ വെയിറ്റിംഗ് എന്ന് പറഞ്ഞ പരിപാടി നടക്കൂല. കാരണം നമുക്ക് ഈ പറഞ്ഞ സമയബന്ധിതമായിട്ട് നമുക്ക് ട്രിപ്പുകൾ പൂർത്തീകരിച്ച് അടുത്ത ട്രിപ്പുകൾ അറ്റൻഡ് ചെയ്ത് നമ്മൾ വരുമാനം കണ്ടെത്തി പോകണം. നമുക്ക് ഒരു ഫിക്സഡ് സാലറിയോ അല്ലെങ്കിൽ നമുക്ക് ഒരു ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു പേറോളൊന്നും നമുക്ക് ആരും തന്നിട്ടൊന്നുമില്ല. നമുക്കിത് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ അടുത്ത ട്രിപ്പ് എടുത്തുകൊണ്ട് പോകണം. ഈ ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ
വീടുകളിൽ പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നല്ല ദൂരത്തുനിന്നായിരിക്കും നമ്മൾ പോയിട്ട് പിക്ക് ചെയ്യുന്നത്. അതും ഡ്രോപ്പ് ഓഫ് ചിലപ്പോൾ ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ആയിരിക്കും, 95 രൂപ ട്രിപ്പ് ആയിരിക്കും. അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവന്മാർ പല്ല് കേൾക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമായിരിക്കും, അല്ലെങ്കിൽ വീട്ടിലത്തെ ഗാർഡൻ ഈ പൂന്തോട്ടം ഇല്ലേ അത് നനക്കുമായിരിക്കും. എന്നിട്ട് ചിലപ്പോൾ സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇവന്മാർക്ക് നമ്മുടെ കാറിൽ കയറാൻ. എന്നാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് റൈഡ് ബുക്ക് ചെയ്താൽ പോരെ. അതൊരു ശരിക്കും പറയാലോ നമ്മൾ ഒരു എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓൺലൈൻ സെക്ടറിൽ ജോലി ചെയ്യുന്ന, അതായത് ഈ ഡെലിവറി ജോലിക്കാർ, അതേപോലെ ഇങ്ങനെയുള്ള ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ, ഇങ്ങനെയുള്ള ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ ഒരു വളരെ മോശം ജോലി എന്നല്ല, പക്ഷെങ്കിൽ ഇങ്ങനെ ഈ പറഞ്ഞ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 2ാം കിട അല്ലെങ്കിൽ ഒരു 3ാം കിട വിഭാഗക്കാരായിട്ടാണ് ആൾക്കാർ കാണുന്നത്. കൂടുതൽ പേര്, എല്ലാവരും അല്ല, കൂടുതൽ പേര് അങ്ങനെയാണ് കാണുന്നത്. ഈ ചിലവർ നമ്മൾ 2-3 കിലോമീറ്റർ സഞ്ചരിച്ച് നമ്മൾ പിക്കപ്പിന് പോകുമ്പോൾ അവിടെ എത്തിയിട്ട് അവർ ക്യാൻസൽ ചെയ്യുകയാണ്. അല്ലെങ്കിൽ അവിടെ എത്താൻ നേരത്തെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ക്യാൻസലേഷൻ ഫീസ് കിട്ടില്ല. ഇനി അങ്ങനെ കിട്ടിയാൽ തന്നെ നമ്മൾ ചോദിക്കുമ്പോൾ ചേട്ടാ നിങ്ങൾ ഇവിടെ എത്തി ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കാര്യമുള്ളത്, നമുക്ക് നഷ്ടമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല, എനിക്ക് ക്യാൻസൽ ചെയ്യേണ്ട ഓപ്ഷൻ അതിൽ കാണിക്കുന്നുണ്ട്, ഞാൻ ക്യാൻസൽ ചെയ്തു, നിങ്ങൾക്ക് അതിൽ 10-15 രൂപ കിട്ടുമല്ലോ എന്ന് പറയുന്ന പാസഞ്ചേഴ്സ് ഒന്ന് ആലോചിച്ച് നോക്കണം. 3-4 കിലോമീറ്റർ വണ്ടി ഓടിച്ച് പോയിട്ടില്ല, 2-3 കിലോമീറ്റർ വണ്ടി ഓടിച്ച് പോയിട്ട് 15 രൂപ കിട്ടിയതിനെ കൊണ്ട് എന്ത് പ്രയോജനമുള്ള? അത് ആൾക്കാരുടെ ഒരു മെന്റാലിറ്റി അങ്ങനെയാണ്, ഒരു ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഡ്രൈവേഴ്സ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓൺലൈൻ ഇതിലൊക്കെ ജോലി ചെയ്യുന്ന ഡെലിവറി ബോയ്സ് അല്ലെങ്കിൽ ഡ്രൈവർമാരോടൊക്കെയുള്ള ഒരു മെന്റാലിറ്റി ഇങ്ങനെ, ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയാണ് ഇവരുടെ. പിന്നെ ഈ അന്നന്ന് ഫെയർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയാമല്ലോ, ഞാൻ മുൻകാലങ്ങളിൽ 160 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ മേൽ പറഞ്ഞ 3000 രൂപ തികക്കുമായിരുന്നു. 60 കിലോമീറ്ററിന് താഴെ ഓടിക്കഴിഞ്ഞാൽ നമുക്കൊരു 1000 രൂപയുടെ വരുമാനം കിട്ടും. ആ സ്ഥാനത്ത് നിന്ന് ഇന്ന് പ്രതിദിനം നമുക്കൊരു 3000 രൂപയുടെ വരുമാനം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിനിമം 150-200 കിലോമീറ്ററിന് മേലെ ഓടേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് എത്തി. അല്ലെങ്കിൽ കിട്ടുന്ന ഫെയർ നല്ല രീതിയിൽ ചുരുങ്ങിക്കൊണ്ടിരിക്കുക. നിങ്ങൾ നോക്കിയാൽ മതി, മുൻകാലങ്ങളിൽ 210 രൂപ കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഇപ്പം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന 168-172 രൂപയാണ്. എൻ്റെ കയ്യിൽ അതിൻ്റെ എവിഡൻസ് ഉണ്ട്, ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 4 കൊല്ലം മുന്നേയും 2 കൊല്ലം മുന്നേയും ഈ 2025-26 കാലഘട്ടങ്ങളിലും ഉള്ള ഒരേ ദൂരത്തിനുള്ള, അതായത് 10 കിലോമീറ്റർ എന്നുള്ള ദൂരത്തിന് അന്നും ഇന്നും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫെയർ വളരെ കൃത്യമായിട്ട് കമ്പയർ ചെയ്തിട്ട് ആ ഒരു കമ്പാരിസൺ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ പ്രൊഫൈലിലുണ്ട്, എവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിലൊരു ട്രാപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഈ മുൻകാലങ്ങളിൽ ഓടിയ ആൾക്കാർക്ക് ഇതിന്റെ ലാഭം പിടിച്ചു പറ്റി അവർ പുതിയ വണ്ടി എടുത്ത് അവർ ഫ്ലീറ്റ് ഓണർമാരായി അവർ നല്ല രീതിയിൽ ബിസിനസ് കൊണ്ടുപോകുന്നു. അവർക്ക് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. കാരണം അവർ പല ഡ്രൈവർമാർ, ഈ യങ്സ്റ്റേഴ്സ് കാസർഗോഡ്, മലപ്പുറം, കൊല്ലം, തിരുവനന്തപുരം അവിടെ നിന്നൊക്കെയുള്ള ഈ ചെറിയ പയ്യന്മാരെ ഡ്രൈവർമാരെ വെച്ചുകൊണ്ട് വണ്ടി ഓടിച്ചു വെച്ചു. അപ്പോൾ ഈ ഫ്ലീറ്റ് ഓണർമാരും മാനേജർമാരുമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രസ്ഥാനം ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ എന്താ പടുകുഴിയിലേക്ക് ചാടിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഫെയർ കുറഞ്ഞാലും കൂടിയാലും ഒന്നും അവർക്ക് നോക്കേണ്ട കാര്യമില്ല. കാരണം അവരൊരു ഡ്രൈവറെ നിയമിച്ചിട്ടുണ്ട്. ഒന്നുകിൽ ഇവന്മാർ റെന്റൽ ബേസിസിലായിരിക്കും വണ്ടി ഓടിക്കുന്നത്, റെന്റ് കൊടുത്തുകൊണ്ട് ദിവസം 1000 രൂപ റെന്റ് കൊടുത്തുകൊണ്ടായിരിക്കും വണ്ടി ഓടിക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഫ്ലീറ്റിൽ ഈ പറഞ്ഞ പിന്നെ ഇത്ര രൂപ വരുമാനത്തിന് നിനക്ക് ഇത്ര ശതമാനം കമ്മീഷൻ സാലറി ആയിട്ട് നിനക്ക് കിട്ടും എന്നുള്ള വ്യവസ്ഥയിലായിരിക്കും വണ്ടി ഓടിക്കുന്നത്. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ ഫ്ലീറ്റ് ഓണർമാർക്ക് വലിയ നഷ്ടമൊന്നും പറയാനില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അന്നന്ന് പിന്നെ ഈ റേറ്റ് ചുരുങ്ങിക്കൊണ്ടിരിക്കുക. യൂബർ ബാംഗ്ലൂർ ഗ്രൂപ്പിൽ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു, ഭയങ്കരം ഈ 3 കിലോമീറ്റർ 4 കിലോമീറ്റർ ഒക്കെ പോകുമ്പോൾ ഡ്രൈവർമാർക്ക് കിട്ടുന്ന ഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശോകമാണ്. എന്തിനാണ് നിങ്ങൾ തന്നെ ഈ സ്ഥിരമായിട്ട് കാലാകാലങ്ങളായിട്ട് എറണാകുളത്ത് ഓടുന്ന വ്യക്തികളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കഴിഞ്ഞ വർഷം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫെയറും ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫെയറും നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇതെല്ലാം പോട്ടെ, കമ്പനികളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള ചൂഷണം ഉണ്ടാകുന്നുണ്ട്. പിന്നെ അതിനപ്പുറം ഈ പറഞ്ഞ ഈ അരഗന്റ് ആയിട്ടുള്ള അഹങ്കാരികളായിട്ടുള്ള പാസഞ്ചേഴ്സിനെ നമ്മൾ ടോളറേറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ എനിക്കൊന്നും നടക്കാത്ത കാര്യമാണ്. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്, എനിക്കൊന്നും ഇതൊന്നും അങ്ങനെ ടോളറേറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. പിന്നെ ഈ ഫേക്ക് ബുക്കിംഗ്, മൾട്ടിപ്പിൾ റൈഡ് ബുക്ക് ചെയ്യുക എന്ന് വേണ്ട കുറേ സകലമാന തോന്നിവാസങ്ങളും ഈ മേഖലയിലുണ്ട്. നമ്മൾ ഈ ഡ്രൈവർമാർ വെറുതെ ഇങ്ങനെ ഇതിന് വഞ്ചിതരാകുകയാണ് ചെയ്യുന്നത്. ഈ ഒരു റൈഡ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 കിലോമീറ്റർ 4 കിലോമീറ്റർ ഡ്രോപ്പ് ഓഫിന് നമുക്ക് കിട്ടുന്നത് 110 രൂപ 120 രൂപയൊക്കെ. അപ്പോൾ അതിന് ഇവരെ എക്സ്പെക്ട് ചെയ്യുന്ന, നമ്മൾ പിക്കപ്പിന് പോയി കഴിഞ്ഞാൽ ഇവരെ എക്സ്പെക്ട് ചെയ്യുന്ന വലിയ സെഡാൻ കാറാണ്. ഒരു യൂബർ ഗോ എന്നുള്ള, അതായത് ഗോ എന്ന് പറയുമ്പോൾ ഹാച്ച് ബാക്ക് കാറ്റഗറിയിലുള്ള ഒരു വാഹനം റൈഡ് ബുക്ക് ചെയ്തിട്ട് നമ്മളൊരു ഇയോൺ അല്ലെങ്കിൽ ഒരു ആൾട്ടോ അല്ലെങ്കിൽ ഒരു വാഗനാർ വിട്ടേക്ക്, ഒരു ഇയോൺ, ഒരു ആൾട്ടോ അല്ലെങ്കിൽ സെലേറിയോ വാഹനം കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവർ പറയുന്നത് ഇത്രയും ചെറിയ വാഹനമാണോ വന്നിരിക്കുന്നത്. അതായത് ഒരു യൂബർ ഗോ വിളിച്ചിട്ട് അവർ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താ, കുറച്ചും കൂടെ നിലവാരമുള്ള, കുറച്ചും കൂടെ മുന്തിയ ഇനം വാഹനങ്ങൾ അവർ എക്സ്പെക്ട് ചെയ്യും. ഈ നക്കാപ്പിച്ചക്ക് അവരെന്താ, നമ്മൾ അവരെ മുമ്പിൽ ഒന്ന് ആലോചിച്ച് നോക്കണം അവരുടെ ഒരു മാനസികാവസ്ഥ. അതായത് തികച്ചും അടിമകളെ പോലെയാണ് കസ്റ്റമേഴ്സും ഈ പറഞ്ഞ കമ്പനികളും കാണുന്നത് ഡ്രൈവർമാർ. ഉള്ളത് പറയാലോ, എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ടോളറേറ്റ് ചെയ്യാറില്ല. കയറുന്ന സമയത്ത് തന്നെ പുച്ഛഭാവം, അതേപോലെ ഈ ചെറിയ വണ്ടിയാണല്ലോ വന്ന് എന്ന് ഒരു അക്ഷരം മിണ്ടിയാൽ മതി, ഞാൻ പറയാം ഇറങ്ങിക്കോ ഓടുന്നു പറയും. ഞാൻ എനിക്കങ്ങനെ ഇറക്കി വിടുന്നതിനൊന്നും എനിക്ക് യാതൊരു പഞ്ഞുമില്ല. കാരണം അവർ നല്ല ഭാഷയിൽ നിന്ന് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ, നല്ല രീതിയിൽ എന്നോട് പെരുമാറുകയാണെന്നുണ്ടെങ്കിൽ ഞാനും അതേപോലെ നിൽക്കും. അതല്ലാതെ കാറിനകത്തിട്ട് കയറിയിട്ട്
ഈ പറഞ്ഞ 5-6 പേര് കയറണം, അല്ലെങ്കിൽ ഇത്രയും കുറേ ട്രോളിയും ബാഗും എല്ലാം കുത്തി നടക്കണം എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. നിങ്ങൾ വന്നിട്ട് അടുത്ത ബുക്ക് ചെയ്തു എന്ന് ഞാൻ പറയും. ഞാൻ ഡോർ ലോക്ക് ചെയ്യും, നീ എന്താ വെച്ചാൽ കാണിക്കും എന്ന് ഞാൻ പറയും. കാരണം നമ്മൾ ഈ താഴ്ന്നു കൊടുക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? താഴ്ന്നു കൊടുക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? എൻ്റെ എത്ര വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ ഓരോന്നിലും ഓരോ രീതിയിലായിരിക്കും ഞാൻ അവതരിപ്പിക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏത് രീതിയിലും എനിക്ക് അവതരിപ്പിക്കാൻ അറിയാം, സംസാരിക്കാൻ അറിയാം. ആ പല രീതിയിൽ ഇന്ററാക്ടിങ്, ആ ഒരു പല മെത്തേഡുകൾ സ്വീകരിച്ചിട്ട് എങ്ങനെയാണ് എനിക്കിതിൽ ഓഡിയൻസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പല രീതിയിൽ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഇന്റൻഷനലി ഞാൻ പ്രശ്നങ്ങളൊന്നും ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകാറില്ല. പിന്നെ ആൾക്കാരുടെ മെന്റാലിറ്റി എന്താണെന്ന് വളരെ ചെറിയൊരു സംഗതി ആണെന്നുണ്ടെങ്കിലും ആ ഒരു വീഡിയോയിലൂടെ അവരുടെ മെന്റാലിറ്റി, അതായത് ടുവേർഡ്സ് ഡ്രൈവേഴ്സ്, അത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാട്ടിത്തരാൻ ഞാൻ ശ്രമിച്ചു. ചിലപ്പോൾ നമ്മൾ പിക്കപ്പിന് പോയി കഴിഞ്ഞാൽ ഈ സ്ഥലത്ത് ഡെഡ് എൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ അവിടെ തിരിക്കാനോ മറിക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല. അങ്ങനെ പിക്കപ്പ് കൊടുക്കുമ്പോൾ അവർക്കൊരു ശകലം ഒരു 40 മീറ്റർ 50 മീറ്റർ പുറത്തോട്ട് ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു റോഡിലേക്ക് അവർക്ക് എത്താൻ പറ്റും. അവിടെ ഒന്നും അവർക്ക് പറ്റൂല. അവർക്ക് അവരുടെ വീട്ടിന്റെ മുമ്പ് തന്നെ അവർക്ക് പിക്ക് ചെയ്യണം. അവരുടെ വീടിന്റെ മുമ്പ് തന്നെ പിക്ക് ചെയ്യണം. ഇപ്പം ശാരീരികമായിട്ട് എന്തെങ്കിലും പരിമിതികൾ, ബുദ്ധിമുട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അത് നമുക്ക് ചെയ്തു കൊടുക്കാം. അത് നമ്മുടെ ഉത്തരവാദിത്തം കൂടെ, കടമയും കൂടെയാണ്. പക്ഷേ ഇതൊന്നും കുഴപ്പമില്ലാതെ യങ്സ്റ്റേഴ്സ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ നല്ല ആരോഗ്യവാന്മാരായിട്ടുള്ള അഡൾട്ട്സ്, ഇവർക്കൊന്നും ഒരു ശകലം ഒരു 30 മീറ്റർ 40 മീറ്റർ ഒന്നും റോഡിലേക്ക് ഇറങ്ങി വരാൻ പറ്റില്ല. നമ്മൾ ഈ കുടുസു റോഡിലൂടെ നമ്മൾ ഈ വണ്ടി ഓടിച്ച് പോകണം. അതോടെ ഈ എക്സസ് ലഗേജ് കൊണ്ടുപോകും. അതിന് കാറിനകത്ത് ചില കപ്പിൾസ് ഒക്കെ കയറി കഴിഞ്ഞാൽ എൻ്റെ മോനെ സകലമാന വൃത്തിയോടും കാണിക്കും. എറണാകുളത്ത് കുറവാണ്, ബാംഗ്ലൂരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇമാര് മിറർ മടക്കാൻ പറയും. ഈ നമ്മുടെ ഡ്രൈവറിന്റെ മുമ്പിലുള്ള റിയർ മിറർ മടക്കാൻ പറയും. ഇതിന് ഇവർക്ക് ബാക്കിൽ നിന്ന് വേറെ പല കാര്യങ്ങൾ ചെയ്യും. അത് എറണാകുളത്ത് കുറവാണ്, പക്ഷെ എറണാകുളത്ത് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. കപ്പിൾസ് തമ്മിൽ വേറെ പല സംഗതികൾ നമുക്ക് കാണുന്ന, നമുക്കൊരു കൂച്ചലോ അല്ലെ നമുക്കൊരു ഉളുപ്പ് എന്നുള്ള സംഗതി ഉണ്ടാവുമല്ലോ. ആലോചിച്ചു, ഇതൊക്കെ ടോളറേറ്റ് ചെയ്യണം. ഒരു ഡ്രൈവർ എന്നുള്ള നിലയ്ക്ക് ഇതൊക്കെ ടോളറേറ്റ് ചെയ്യും. പിന്നെ എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നല്ലോ, മറ്റേ ഒരു രമ്യ കൃഷ്ണ എന്ന് പറഞ്ഞ ഒരു വ്യക്തി, ചാലക്കുടിയിൽ നിന്ന് എനിക്ക് കിട്ടിയ ട്രിപ്പാണ്. ഓൺ ദ വേയിൽ അത്താണി ഭാഗത്തെത്തിയ സമയത്ത്, ഈ പൂവത്തുശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയ സമയത്ത് അവളുടെ ഹസ്ബൻഡും അവന്റെ കുറച്ച് പടയാളികളും കൂടെ ചേർന്ന് എന്റെ വാഹനം തടഞ്ഞ് വണ്ടിയിൽ പരാക്രമം കാണിച്ച് അവളെ ഇറക്കി കൊണ്ടുപോകാനൊക്കെ ശ്രമിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു. അത് തന്നെ ഒരു പരാതി കൊടുത്തപ്പോൾ ഞാൻ പിന്നെ വീഡിയോ ഇറേസ് ചെയ്തതാണ്. അപ്പോൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം, എന്റെ ഭാഗത്ത് ആരും തെറ്റൂല. ഞാനൊരു പാസഞ്ചറെ കൊണ്ട് എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ആ സമയത്ത് പെട്ടെന്ന് അവളുടെ ഹസ്ബൻഡും കൂട്ടരൊക്കെ വന്നിട്ട് എന്റെ വണ്ടി തടയുന്നു, അവളെ പിടിച്ചിറക്കാൻ ശ്രമിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളെ ഈ ഒരു ഇതിൽ നടക്കുന്നത്. എൻ്റെ വേറൊരു എക്സ്പീരിയൻസ്, എനിക്ക് ഇൻഫോ പാർക്ക് എക്സ്പ്രസ് വേ ഒരു 4-5 കൊല്ലം മുന്നേ എനിക്കുണ്ടായി. ആര്യാസ് ഹോട്ടലുണ്ടല്ലോ, അവിടെ നിന്ന് പിക്കപ്പിന് പോയപ്പോൾ ഒരു ബോയ് ഫ്രണ്ടും ഗേൾഫ്രണ്ട് കാറിലിരുന്ന് പിൻ നമ്പർ അടിച്ച് ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് നിൽക്ക് പോലെ എന്ന് പറഞ്ഞിട്ട് അവളെ ഇറക്കി റോട്ടിലേക്ക് ഇറക്കി വിട്ടിട്ട് അവളെ അടിച്ചിട്ട് ചീത്തയൊക്കെ പറഞ്ഞിട്ട് അവസാനം അവർ തമ്മിൽ തർക്കമായി. ഞാൻ പറഞ്ഞു, ഞാൻ പിൻ നമ്പർ അടിച്ച് എനിക്ക് ട്രിപ്പ് പോകണം എന്ന് പറഞ്ഞിട്ട് അവസാനം അവളെ കയറ്റി വിട്ട്. അവർ തമ്മിൽ എന്തോ ക്ലാഷാണ്, ഈ ബോയ് ഫ്രണ്ടും ഗേൾഫ്രണ്ടും തമ്മിൽ എന്തോ ക്ലാഷാണ്. അതിന് നമ്മളെ എന്താണ്, അപ്പോൾ അവർ തമ്മിൽ ബോയ് ഫ്രണ്ടും ഗേൾഫ്രണ്ടും തമ്മിൽ എന്തോ ഫൈറ്റാണ്. അത് തീർക്കുന്നത് നമ്മുടെ മുമ്പിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കാറിനകത്ത് വെച്ചിട്ട്. ഇങ്ങനെ കുറേ വള്ളിക്കെട്ടുകളുണ്ടാവും ഈ ഫീൽഡിൽ. ഇനി ഞാൻ ഈ പെറ്റ്സിനെയും അതേപോലെ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ സഹായിക്കുക, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കേസ് എന്നൊക്കെ പോകുമ്പോൾ ആൾക്കാരെ നമ്മൾ ടേക്ക് കെയർ ചെയ്യുമല്ലോ, അല്ലെങ്കിൽ നമ്മളൊന്ന് അവരെ പൊക്കി വെക്കാനോ അല്ലെ കാലൊക്കെ ഒന്ന് പിടിച്ചു കൊടുക്കാനൊക്കെ ശ്രമിക്കുമല്ലോ. ആ പരിപാടിയൊക്കെ നിർത്തി. പെറ്റ്സിനെ ഞാൻ അലോ ചെയ്യാറില്ല. ഒരു പിക്കപ്പ് പോയിന്റ് അല്ലെങ്കിൽ ഡ്രോപ്പ് ഓഫ് പോയിന്റ് ഏതെങ്കിലും മേൽ പറഞ്ഞ ആനിമൽ ഹോസ്പിറ്റൽ, പെറ്റ് ഹോസ്പിറ്റലൊക്കെ കാണുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കും, ഇത് പെറ്റിനെ വല്ലതും കൊണ്ട് പോകാനാണോ എന്ന് ഞാൻ ചോദിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ വരില്ല, നിങ്ങൾ വേണമെന്ന റൈഡ് ക്യാൻസൽ ആയിട്ട് അടുത്ത ബുക്ക് ചെയ്തോ ഞാൻ പറയും. കാരണം യൂബറിന്റെ ഓൺലൈൻ, ഈ പറഞ്ഞ പല ഓൺലൈൻ ആപ്ലിക്കേഷന്റെ പിന്നെ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ടാവുമല്ലോ, അത് പ്രകാരം പെറ്റ്സിനെ അലൗഡ് അല്ല. അപ്പൊ അങ്ങനെ അവർക്ക് പെറ്റ്സിനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവർ വേറെ റൈഡ് ബുക്ക് ചെയ്യട്ടെ. എല്ലാവർക്കും ഒന്നും പെറ്റ്സിനെ കൊണ്ടുപോകാൻ പറ്റില്ല. മുസ്ലിംസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡോഗ്സിനെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ 2-3 കിലോമീറ്റർ ചുറ്റി അവിടെ പോയിട്ട് ഈ പറഞ്ഞ കയ്യിൽ പട്ടിക്കുട്ടീനെയും പൂച്ചക്കുട്ടീനെയൊക്കെ കാണുമ്പോൾ നമുക്ക് നഷ്ടമായി പോകും. ആ 2-3 കിലോമീറ്റർ വന്നിട്ട് ഇനിയിപ്പോൾ ട്രിപ്പ് എടുക്കാനും പറ്റൂല. 2-3 കിലോമീറ്റർ വന്നിട്ട് നമ്മൾ ഈ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമല്ലേ. ഞാനിത് പെറ്റ്സിനൊന്നും ഞാൻ കൊണ്ടുപോകാറില്ല. അതെന്ത് എത്ര വിനയത്തോടെ സംസാരിക്കുന്ന ഒരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിലും ഞാൻ പരിപാടി നിർത്തി. എഴുതിയത് എന്താണോ അത് മാത്രമേ ഞാൻ വായിക്കാറുള്ളൂ, അല്ലെങ്കിൽ എഴുതിയത് എന്താണോ അത് മാത്രമേ ഞാൻ എന്ത് ചെയ്യുള്ളൂ ഇതിൽ അനുസരിക്കാറുള്ളൂ. എഴുതിയത് എന്താണോ അത് മാത്രം അനുസരിച്ചിട്ട് പോകുന്നൊരു ഡ്രൈവർ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഞാൻ നിൽക്കാറില്ല. ജവഹർ നഗർ ഭാഗത്തുള്ള, പൊന്നണി ഭാഗത്തുള്ള, എളംകുളം ഭാഗത്തുള്ള ഒരു ഡ്രൈവർ, പാരലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രൈവർ അമൃത ഹോസ്പിറ്റലിനടുത്ത് നമ്മുടെ ചേരാനുള്ള ഒരു കൺവെൻഷൻ സെന്ററിനടുത്ത് വെച്ചിട്ട് പിക്കപ്പിന് പോയപ്പോൾ അയാൾക്ക് ശാരീരിക പരിമിതികളുണ്ട്. ക്യാമറ ഓൺ ആയിരുന്നു, എൻ്റെ കാറിനകത്തുള്ള ഡാഷ് ക്യാമറ ഓൺ ആയിരുന്നു. അപ്പോൾ ഞാൻ ഗിയർ മാറ്റാൻ പറ്റുന്നില്ല. ഗിയർ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇയാളുടെ കാല് ശകലം മാറ്റി വെക്കണം. അപ്പോൾ ഞാൻ കാലൊന്ന് മാറ്റി വെക്കാനും സീറ്റ് ബെൽറ്റ് ഇടാനൊക്കെ ശ്രമിക്കുന്ന സമയത്ത് അയാൾക്ക് കൈയും കാലിനും ചലനശേഷി കുറവുണ്ട്. അപ്പോൾ ഞാൻ അയാളെ സഹായിക്കുന്ന സമയത്ത് പോലും ഇയാൾ എന്നോട് ദേഷ്യപ്പെടുക. അതിന്റെ വ്യക്തമായിട്ടുള്ള ഫുട്ടേജ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഞാനത് അന്ന് എന്നിട്ട് അവരെ അവസാനം ഇറക്കി വിടേണ്ടി വന്നു. ഇറക്കി വിട്ടതല്ല, അവരങ്ങ് ഇറങ്ങിപ്പോയി. കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ
അവർക്ക് ബുദ്ധിമുട്ട്. അതായത് എനിക്ക് ഗിയർ മാറ്റാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു ചേച്ചി ഒന്ന് പുള്ളിക്കാരൻ്റെ കാലൊന്ന് ശകലം അങ്ങോട്ട് മാറ്റി വെച്ചാൽ മാത്രമേ എനിക്ക് ഗിയർ മാറ്റാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ താഴ്മയോടെ പറഞ്ഞിട്ട് പോലും അവർക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. എൻ്റെ കയ്യിൽ ഇപ്പോഴും ആ ഫുട്ടേജ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ അടുത്ത ദിവസം എന്നെ 2-3 ഡ്രൈവർമാർ എന്നെ നേരിട്ട് വന്ന് കണ്ടു. നീ ഒരു ഒരാളെ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞൊരു പരാതി കിട്ടിയിട്ടുണ്ട് പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്തൊന്ന് സംസാരിക്കണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആരെ ഇറക്കി വിട്ടിട്ടൊന്നുമില്ല. ഈ പറഞ്ഞ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഈ പറഞ്ഞ വ്യക്തി എന്നോടാണ് മോശമായിട്ട് പെരുമാറിയിട്ടു. ഞാൻ ആ വീഡിയോ കാണിച്ചു കൊടുത്തു, CCTV ഫുട്ടേജ് ഞാൻ കാണിച്ചു. അപ്പോൾ ഞാനിപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞാൽ ഈ ഹോസ്പിറ്റൽ കേസ് ആയിക്കോട്ടെ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പരിധിയിൽ കൂടുതൽ ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നു. പിന്നെ ഈ ലഗേജ് വെക്കുന്ന സമയത്ത് എൻ്റെ പുത്തൻ സീറ്റാണ്, ഫ്രണ്ടും ബാഗും നല്ല പുതിയ സീറ്റ് ആയതുകൊണ്ട് ഇവർ ഈ ട്രോളിയൊക്കെ വലിച്ചു വാരി നമ്മുടെ സീറ്റിലേക്ക് ഇടുന്നത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഞാൻ തന്നെ അത് പൊക്കി വെച്ചു. ഈ മീഡിയം സൈസ് സ്മോൾ സൈസ് ട്രോളി വരെ എനിക്ക് ഡിക്കിയിൽ വെക്കാൻ പറ്റും. ലാർജ് സൈസ് ട്രോളി ആണെന്നുണ്ടെങ്കിൽ ഞാൻ സീറ്റിൽ ഒരു തുണി വിരിച്ചിട്ട് മാത്രമേ ഞാൻ വെക്കാറുള്ളൂ. കാരണം എല്ലാന്നുണ്ടെങ്കിൽ ഈ പൊടിയും ചെളിയും ഒക്കെ നമ്മളെ സീറ്റിനകത്തോട്ടായി പറഞ്ഞ നാശകോശമാവും. അതും എക്സസ് ലഗേജ് കൊണ്ടുപോകാറില്ല, പിന്നെ അതും എക്സ്ട്രാ പാസഞ്ചേഴ്സ് ഞാൻ കൊണ്ടുപോകാറില്ല. അവരുടെ അടുത്ത റൈഡ് ബുക്ക് ചെയ്യുമെന്ന് പറയും, നിങ്ങൾ സെഡാനോ അല്ലെ എക്സലോ വിളിച്ച് പോകുമെന്ന് പറയും. അത്രേ ഉള്ളൂ. കാരണം നമുക്ക് പൈസ കിട്ടുന്ന കാര്യം, പക്ഷെ പൈസ കിട്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ നക്കാപ്പിച്ചക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ വണ്ടിക്കകത്ത് കുത്തി നിറച്ച് പോകേണ്ട ആവശ്യം നമുക്കില്ല. അങ്ങനെ തരം താഴരുത് ദേവി ഈ ഡ്രൈവർമാർ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വെള്ളം അടിച്ചിട്ടും ഈ മദ്യപിച്ചിട്ടും ഈ പറഞ്ഞ ഡ്രഗ് അടിച്ചിട്ടൊക്കെ വന്ന ഇഷ്ടംപോലെ പാസഞ്ചേഴ്സ് ഉണ്ട്. ചിലവരോടൊക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടിയായിട്ടുണ്ട്. പിന്നെ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ട വന്നിട്ടുണ്ട്. ഈവൻ ഒരു ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ഒരു ബിഗ് ബോസ് ഏതൊരു റിയാലിറ്റി ഷോയിൽ ഉണ്ടായിരുന്ന വ്യക്തിയുണ്ടല്ലോ, ഡംബല ഏതൊരുത്തി. അപ്പൊ അതിന്റെയൊക്കെ കേസ് അങ്ങനെയാണ്. അപ്പോൾ ഇതൊന്നും നമ്മൾ ടോളറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ലിമിറ്റിൽ കൂടുതൽ നമ്മൾ ഇവരുടെ അടിമകളെ പോലെ നമ്മൾ ജോലി ചെയ്യേണ്ട ആവശ്യം. ഒരു ലിമിറ്റിൽ കൂടുതൽ നമ്മൾ ടോളറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു അടിമയെ പോലെ നമ്മൾ ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇന്ന് ശരിക്കും പറഞ്ഞാൽ പീസ് ഓഫ് മൈൻഡ് നമുക്ക് കിട്ടൂല. ഈ പലരും പറഞ്ഞിട്ടുണ്ട് നിനക്ക് പറ്റിയ പണിയല്ല ഇത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പറ്റുന്ന പണിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളല്ല. ഞാൻ ഒരു കാര്യം പറയാം. ഒരു കസ്റ്റമർ വെള്ളം അടിച്ചിട്ട് ഒരു കസ്റ്റമർ കാറിനകത്തോട്ട് കയറിയിട്ട് അലമ്പാക്കുവാണ്, അല്ലെങ്കിൽ സ്മോക്ക് ചെയ്തിട്ട് ഒരു വ്യക്തി കാറിനകത്തോട്ട് കയറിയിട്ട് അലമ്പാക്കുവാണ്, അല്ലെങ്കിൽ ഈ മൾട്ടിപ്പിൾ റൈഡ് ബുക്ക് ചെയ്തിട്ട് നമ്മൾ ലൊക്കേഷനിൽ ചെല്ലുന്ന സമയത്ത് അവർ ട്രിപ്പ് ക്യാൻസൽ ചെയ്യുകയോ അല്ല അവർ മറ്റേതെങ്കിലും ക്യാബ് പിടിച്ച് പോകുന്ന സമയത്ത് നമ്മൾ ചോദ്യം ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇതിൽ കുറ്റക്കാരനാരാ? നമ്മൾ. അതായത് നമ്മൾ മാന്യമായിട്ട് നമ്മൾ ലൊക്കേഷനിൽ പിക്കപ്പിന് പോയിട്ട് അവിടെ എത്തിയ നമ്മളാണ് ഇതിൽ കുറ്റം ചെയ്തത്. അതായത് കമന്റ് ബോക്സിൽ ഒരു വിഭാഗം ആൾക്കാരുടെ പ്രതികരണങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി. അതായത് തല ചെതലരിച്ച ഒരു സമൂഹം അല്ല അങ്ങനെയുള്ള ഒരു ജനത, അങ്ങനെ പറയാം. അപ്പൊ ആൾക്കാർക്ക് തെറ്റെന്താണ് ശരി എന്താണെന്ന് മനസ്സിലാക്കാൻ പോലുള്ള വിവേകമില്ല. എനിക്ക് ഈ ജോലി ചെയ്യാൻ ഞാൻ അർഹനല്ല എന്ന് പറയുമ്പോൾ അതല്ല നിങ്ങൾ പറയണ്ടേ. ഇപ്പൊ ഈ മേൽ പറഞ്ഞ പ്രവൃത്തികൾ കൊണ്ട് അല്ലെങ്കിൽ കാറിനകത്ത് ഈ പറഞ്ഞ എക്സസ് ലഗേജ് അല്ലെങ്കിൽ എക്സസ് പാസഞ്ചേഴ്സിനെ കൊണ്ട് പോകാൻ ഞാൻ വിസമ്മതിക്കുന്ന സമയത്ത് നിനക്ക് ഈ പറ്റിയ പണിയല്ല ഇത് എന്നല്ല നിങ്ങൾ പറയണ്ടേ. പകരം മേൽ പറഞ്ഞ ഇത്തരത്തിലുള്ള ആൾക്കാർക്കിടയിൽ നീ ഈ ജോലി ചെയ്യുന്നത് നല്ലതല്ല എന്നാണ് പറയേണ്ടത്. മനസ്സിലായില്ലേ? അതായത് നിങ്ങൾ വീഡിയോ കാണുന്ന പലരും ഈ പറഞ്ഞ മുതലാളിത്ത മനോഭാവമുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഈ ജോലിയോടല്ല ഈ ജോലി ചെയ്യുന്ന ആൾക്കാരോടൊക്കെ ഒരു പുച്ഛഭാവം ഉള്ള ആൾക്കാർ പറയുന്നത് എന്താണ്, അവരിങ്ങനെയാണ് പറയുക. ശരിക്കും അങ്ങനെയല്ല പറയേണ്ടത്. മേൽ പറഞ്ഞ രീതിയിൽ ബിഹേവ് ചെയ്യുന്ന ഇത്രയും അരഗന്റ് ആയിട്ടുള്ള പാസഞ്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, തീരെ മാനേഴ്സ് മര്യാദ ഇല്ലാത്ത പാസഞ്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നീ ഈ ജോലി ചെയ്യാത്തതാണ് നല്ലത്. കാരണം നിന്റെ മാനസികാവസ്ഥ അല്ലെങ്കിൽ നിന്റെ മനസ്സമാധാനത്തിനും അല്ലെങ്കിൽ നിന്റെ നീ ഫോളോ ചെയ്തു പോകുന്ന ഇതുണ്ടല്ലോ ആ മര്യാദ അതിനെ ഇത് എഫക്ട് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ നീ ഇത്തരത്തിലുള്ള പാസഞ്ചേഴ്സിനിടയിൽ നീ വണ്ടി ഓടിക്കാൻ നീ അർഹനല്ല. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന് ഉത്തരം. അല്ലാതെ ഞാൻ ഈ ജോലി ചെയ്യാൻ എനിക്ക് റൈറ്റ്സ് ഇല്ല, ഞാൻ ഈ ജോലി ചെയ്യാൻ നിനക്ക് യോഗ്യത ഇല്ല എന്നല്ല പറയുന്നത്. ഇന്ന് ഞാനൊരു കുറച്ചൊരു വിയേർഡ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്, എന്നാലും ഞാൻ പറയാം. ഇന്ന് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ചെറിയ 7 വയസ്സുള്ള ഒരു പെൺകുട്ടി, അവളൊരു പാവാട ഇട്ടുകൊണ്ട് അവരൊരു ഡാൻസ് കളിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണം. അങ്ങനത്തെ ഒരു വൾഗർ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ഒന്നുമല്ല. ഒരു സാധാരണ ഒരു 6-7 വയസ്സുള്ള ഒരു പെൺകുട്ടി സാധാരണ ചെറിയൊരു പാവാടയും ഈ പറഞ്ഞ ടീഷർട്ടും ധരിച്ചിട്ടുള്ളൊരു വീഡിയോ, ചെറിയൊരു ഡാൻസ് ചെയ്യുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൽ പോലും പിന്നെ കമന്റ് ചെയ്യുന്ന ആൾക്കാർ നെഗറ്റീവ് കമന്റ് ഉണ്ടാവും. വളരെ മോശമായിട്ട് സെക്ഷലി ആ രീതിയിൽ ആ ഒരു ചോയയിൽ സംസാരിക്കുന്ന ആൾക്കാരുണ്ടാവും കമന്റ് ബോക്സിൽ. ഈ ചെറിയ 6 വയസ്സുള്ള പെൺകുട്ടികൾ പോലും വെറുതെ വിടാത്ത കുറെ ഈ പറഞ്ഞ കഴപ്പന്മാരുണ്ടാവും കമന്റ് ബോക്സിൽ. അപ്പൊ അതിൽ ഒരു വിഭാഗം ആൾക്കാർ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും അതിനെ എഗെയിൻസ്റ്റ് ആയിട്ടുകൊണ്ടും പലരുടെയും കമന്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന് പോലും പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി ഈ പാവാടയും ടീഷർട്ടോട് ഡാൻസ് കളിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ എന്നാണ് പറയുന്നത്. ഇനി നമ്മളെ കേരളത്തിലോ എവിടെയെങ്കിലും രാത്രി കാലങ്ങളിൽ ഒരു 10 മണിക്ക് 11 മണിക്ക് ഏതെങ്കിലും ഒരു പെൺകുട്ടി നടു റോട്ടിൽ വെച്ചിട്ട് പീഡിപ്പിക്കപ്പെടുവാണെന്നുണ്ടെങ്കിൽ അതിനെതിരെ 2 വിഭാഗം ആൾക്കാരുണ്ട്. ഒന്ന്, ഈ പറഞ്ഞ രാത്രി കാലങ്ങളിൽ അവൾ പുറത്തിറങ്ങി നടക്കേണ്ട ആവശ്യമുണ്ടോ, അതുകൊണ്ടല്ലേ അവൾ പീഡിപ്പിക്കപ്പെട്ടത് എന്ന് പറയുന്ന ഒരു വിഭാഗവും. അതേപോലെ പിന്നെ ഈ ഫെമിനിസം അല്ലെങ്കിൽ ഈക്വാലിറ്റി എന്നൊക്കെയുള്ള ചിന്താഗതികളുമായിട്ട് അതിനെ സ്ട്രോങ് ആയിട്ട് അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും.
ഈ പറഞ്ഞ ഒന്നാമത്തെ വിഭാഗത്തിലെ ആൾക്കാർ, അതായത് രാത്രി കാലങ്ങളിൽ നീ പുറത്തേക്ക് ഇറങ്ങിയത് കൊണ്ടല്ലേ നീ പീഡിപ്പിക്കപ്പെട്ടത്, അത് നിന്റെ കഴപ്പ് അല്ലെങ്കിൽ നിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് നിനക്ക് കിട്ടി എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അതായത് തെറ്റെന്താണ് ശരി എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത, വിവേക ബുദ്ധി, ചിന്താശേഷി ഇല്ലാത്ത ആൾക്കാർ. ആ പറഞ്ഞ ആൾക്കാരുമായിട്ടാണ് ഞാൻ ഈ പറഞ്ഞ കമന്റ് ബോക്സിൽ എനിക്കെതിരെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാരെ ഞാൻ കാണുന്നത്. അങ്ങനെയാണ്. ഇങ്ങനെയുള്ള ഒട്ടനവധി അനുഭവങ്ങൾ എനിക്ക് ഈ ഒരു മേഖലയിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇനി നല്ല കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ നല്ല വീഡിയോസുകളൊന്നും ഞാൻ അധികം ഷെയർ ചെയ്തിട്ടില്ല. ഒത്തിരി നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഈ നെഗറ്റീവ് സൈഡ് മാത്രം പറയുന്നതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ഒന്ന് എനിക്ക് പബ്ലിക് ഓഡിയൻസിന്റെ റിയാക്ഷൻ അല്ല അവരുടെ പ്രതികരണം എന്താണെന്ന് എനിക്ക് അറിയാൻ വേണ്ടിയും, പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കണ്ടന്റുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ നെഗറ്റീവ് സൈഡ് കൂടുതൽ ചെയ്യുന്ന സമയത്താണ് നമുക്ക് കൂടുതൽ ഓഡിയൻസ് ഉണ്ടാകുന്നത്. പിന്നെ ഈ അതിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രതികരിക്കുന്നത്. ഇപ്പം ഒരു അതിനെതിരെ സംസാരിക്കാനായിക്കോട്ടെ അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാനായിക്കോട്ടെ, ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് ഇത്തരത്തിലുള്ള കണ്ടന്റുകൾക്കാണ്. അപ്പൊ അതുകൊണ്ടും പിന്നെ നമുക്ക് റെഗുലർ ആയിട്ട് മോശം അനുഭവങ്ങൾ ഉണ്ടാകുന്നതിന് തുടർന്നുകൊണ്ട് ഞാൻ വിചാരിച്ചു പിന്നെ അങ്ങനെ തന്നെ ആ ഒരു ട്രെൻഡ് അങ്ങനെ തന്നെ പോട്ടെ എന്ന് വെച്ചു. അപ്പൊ നല്ല അനുഭവങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. നല്ല ഇഷ്ടം പോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പിന്നെ പല വീടുകളിലും ട്രിപ്പുകളായിട്ട് പോകുന്ന സമയത്ത് ചെറിയ ട്രിപ്പുകളൊക്കെ ആയിരിക്കും. എന്നെ വീട്ടിനകത്തോട്ട് കയറ്റി ഭക്ഷണം തന്നു വിട്ട ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഒത്തിരി പേരുണ്ട്. ചെറിയ ട്രിപ്പുകൾക്ക് പോലും ഈ 200-250 ട്രിപ്പിന് പോലും ഈ രാവിലെ ചായ കുടിപ്പിച്ചിട്ടും അതേപോലെ ഈ പറഞ്ഞ ഈ ഉച്ചയ്ക്ക് ചോറ് കഴിപ്പിച്ചു വിട്ട ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പിന്നെ ചിലവര് എന്റെ സ്ഥലം കണ്ണൂരാണെന്നൊക്കെ പറയുമ്പോൾ ഈ കണ്ണൂർ ഭാഗത്തൊക്കെ മുന്നേ ജോലി ചെയ്ത ആൾക്കാരുണ്ടാവും, പാസഞ്ചേഴ്സ്. എന്തെങ്കിലും സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയിയോ അല്ലെങ്കിൽ ബാങ്കിലോ അല്ലെങ്കിൽ പോലീസിലോ ഒക്കെ ആയിട്ട് ജോലി ചെയ്ത ആൾക്കാരുണ്ടാവും. അപ്പൊ അവര് ഭയങ്കര എക്സൈറ്റഡ് ആണ്. കണ്ണൂരാണല്ലേ, കണ്ണൂർ ഞാൻ കുറെ കാലം അവിടെ ഉണ്ടായിരുന്നു, കണ്ണൂർ നല്ല അടിപൊളി ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ എക്സ്പീരിയൻസ് അവർ ഷെയർ ചെയ്യും. പൊതുവെ നമ്മൾ കണ്ണൂരാണെന്നൊക്കെ പറയുമ്പോൾ, കണ്ണൂർ ആ ഒരു ബെൽറ്റ് ആണെന്ന് പറയുമ്പോൾ തന്നെ കസ്റ്റമേഴ്സ് കണ്ണൂർ ഭാഗത്തൊക്കെ നിന്നിട്ട്, അതായത് കണ്ണൂർ ഭാഗത്തൊക്കെ ജോലി ചെയ്തിട്ട് പിന്നെ പരിചയം ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ അപ്പൊ തന്നെ അവരുടെ പെരുമാറ്റം മാറും. അവരൊപ്പം തന്നെ കണ്ണൂരാണല്ലേ, ഞാനവിടെ ഉണ്ടായിരുന്നു, ഭയങ്കര നല്ല ആൾക്കാരുള്ള സ്ഥലങ്ങളാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലമാണ്, ആൾക്കാരൊക്കെ പൊളിയാണ്, ആൾക്കാരൊക്കെ ഭയങ്കര ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ആൾക്കാരെന്നാണ് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് നമ്മളെ എന്ത് ചെയ്യും, നമ്മളെ സന്തോഷിപ്പിക്കും അവർ. കുറെ ഉണ്ടായിട്ടുണ്ട്, കുറെ നല്ല പാസഞ്ചേഴ്സ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ കുറെ പാസഞ്ചേഴ്സ് ഉണ്ടായിട്ടുണ്ട്. ഈവൻ ജസ്റ്റ് ഒരു പരിചയത്തിന്റെ പുറത്ത് പോലും അവരുടെ വീട്ടിലത്തെ ഫംഗ്ഷൻ ഇവന്റിന് പോലും എന്നെ ഇൻവൈറ്റ് ചെയ്ത പാസഞ്ചേഴ്സ് ഉണ്ടായിട്ടുണ്ട്. കുറെ പാസഞ്ചേഴ്സ് നമ്പർ വാങ്ങിപ്പോയിട്ടുണ്ട്, മൊബൈൽ നമ്പർ വാങ്ങിപ്പോയിട്ടുണ്ട്. എല്ലാവർക്കും ഞാൻ നമ്പർ കൊടുക്കാറില്ല, പക്ഷെങ്കിൽ അവർക്ക് ഒരു ക്വാളിറ്റി ഉണ്ട്, അല്ല അവർ വെൽ മാനേഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കും. അവർ മിസ് കോൾ അടിക്കും, ചിലപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കാറുണ്ട്, ഹലോ ഹൗ ആർ യു, വരും സുഖമല്ല എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. ഇങ്ങനെ കാഷ്വൽ ആയിട്ടൊക്കെ മെസ്സേജ് അയക്കുന്ന ആൾക്കാരുണ്ട്, വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇതുവഴി വല്ലതും പോകുന്നുണ്ടെങ്കിൽ വീട്ടിലോട്ട് കയറിക്കോട്ടോ എന്നൊക്കെ പറയുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അത് കുറെ കാര്യങ്ങളുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ, അത് ഒന്ന് പിന്നെ നമ്മളെ ആ ഒരു സംസാര രീതി ഉണ്ടല്ലോ, നമ്മൾ അവരോട് ഇടപഴകുന്ന രീതി, അത് വെച്ചിട്ട് നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മറ്റുള്ള ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്ഥലം കണ്ണൂർ, അപ്പൊ ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞ ഘടകങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അവരിൽ സ്ട്രൈക്ക് ആവും. ആ ഒരു കാരണം കൊണ്ടാണ് അവർക്ക് നമ്മളോട് ആ ഒരു അറ്റാച്ച്മെന്റ്. കാരണം എന്തെങ്കിലും ഒരു ക്വാളിറ്റി വേണം നമ്മൾക്ക്, എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അവർ നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ. അപ്പൊ എനിക്ക് ഇഷ്ടം പോലെ ഈ പാക്കേജ് ട്രിപ്പുകളൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ആ ഒരു കെയർ ഓഫിന്റെ പുറത്താണ്. എപ്പോഴെങ്കിലും ഒരു ട്രിപ്പ് എടുത്ത് പോയതായിരിക്കും, അത് നോർത്ത് ഇന്ത്യൻസ് ആയിക്കോട്ടെ, അതല്ലാന്നുണ്ടെങ്കിൽ മലയാളീസ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, തമിഴന്മാരായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ. അപ്പൊ അവര് ആ ഒരു ബന്ധത്തിന് പുറത്തായിരിക്കും നമ്മളെ റൈഡ് ബുക്ക് ചെയ്യുന്നത്, അല്ലെ നമ്മളെ ഹയർ ചെയ്യുന്നത്. അതാണ് ആ ഒരു എനിക്കറിയാം, എനിക്ക് ഒരു കസ്റ്റമറെ എങ്ങനെ ട്രീറ്റ് ചെയ്ത് കൊണ്ടുപോകണം എനിക്ക് നല്ല ബോധ്യമാണ്. അത് ഡിപ്പെൻസ് ആണ്, അവരുടെ പെരുമാറ്റം പോലെ ഇരിക്കും. അവരുടെ പെരുമാറ്റം വളരെ ക്ലീൻ ആയിട്ടുള്ള നല്ല പെരുമാറ്റമാണെന്നുണ്ടെങ്കിൽ ഞാൻ അതേപോലെ അവരെ ടേക്ക് ചെയ്തത്. അതെല്ലാന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ എൻ്റെ കയ്യിൽ നിൽക്കൂല. നമുക്ക് ഓൺലൈൻ ട്രിപ്പുകളായിരിക്കും കൂടുതലും കിട്ടുന്നത്. പക്ഷെ ഓൺലൈൻ ട്രിപ്പുകൾ കിട്ടിയിട്ട് പിന്നെ നമ്മൾ പേഴ്സണൽ നമ്പർ വാങ്ങിയിട്ട് നമ്മളെ ട്രിപ്പിന് വിളിക്കുമ്പോൾ, എനിക്ക് ഓർമ്മയുണ്ട് കോട്ടയത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവർ പിന്നെ ലാസ്റ്റ് ഞാൻ ഓസ്ട്രേലിയയിൽ നിന്ന് അവരുടെ മകൻ വന്ന സമയത്ത് എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് ഞാൻ ചങ്ങനാശ്ശേരി ഭാഗത്തേക്ക് പോയത്, ചങ്ങനാശ്ശേരിയല്ല ചെങ്ങന്നൂർ ഭാഗത്തേക്ക് പോയ സമയത്ത് പോലും ഒരു കാര്യം ചെയ്യുമായിരുന്നു, നീ ഇവിടെ കിടന്നിട്ട് പോയാൽ മതി, രാവിലെ പോയാൽ മതി, എന്തിനാണ് രാത്രി ഡ്രൈവ് ചെയ്യേണ്ട ആവശ്യം എന്നൊക്കെ പറഞ്ഞിട്ട്, ഭക്ഷണങ്ങളൊക്കെ എവിടെ ഉണ്ടല്ലോ, നീ കഴിച്ചിട്ട് ഇവിടെ കിടന്നുറങ്ങിയിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. അങ്ങനെ ഒത്തിരി പേരുണ്ട്. ഞാൻ പാക്കേജ് ട്രിപ്പൊക്കെ കൊണ്ട് പോകുന്ന സമയത്ത് ടൂറിസ്റ്റേഴ്സിനെ മാത്രമല്ല, അതല്ലാതെ 2-3 ദിവസമൊക്കെയുള്ള ട്രിപ്പുകൾ ഉണ്ടാവുമല്ലോ, കോട്ടയം ഇടുക്കി ഭാഗത്തോട്ടൊക്കെ. അങ്ങനെ പോകുന്ന സമയത്തൊക്കെ അവർ എനിക്ക് വേണ്ട ഈ പറഞ്ഞ അക്കോമഡേഷൻ സംവിധാനങ്ങളൊക്കെ അവർ ഏർപ്പെടുത്തി തരാറുണ്ട്. പക്ഷെങ്കിൽ അവർ എന്ത് സൗകര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് നിൽക്കാറില്ല. ഞാൻ പറയും വേണ്ട, ഞാനത് മറ്റൊന്നുമല്ല, എനിക്ക് കാറിനകത്ത് കിടന്നുറങ്ങി ശീലിച്ചു പോയി. നിങ്ങൾ ഈ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി തന്നതിന് എനിക്ക് അധികം സന്തോഷമുണ്ട്, പക്ഷേ ഞാൻ എൻ്റെ കാറിനകത്ത് കിടക്കാം, അതാണ് എനിക്കൊരു സുഖം എന്നും പറഞ്ഞിട്ട് ഞാനത് ഡിനേ ചെയ്യും. ഒത്തിരി അനുഭവങ്ങളുണ്ട്, ഒത്തിരി നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പൊതുവേ ഞാൻ ഇത്രയും കാലം വണ്ടി ഓടിച്ചതിൽ പിന്നെ ഒരു 3-3.5-4 ലക്ഷം കിലോമീറ്ററിന്റെ മേലെ ഞാൻ വണ്ടി ഓടിച്ചിട്ടുണ്ട്, മിനിമം ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പിന്നെ ഈ ടിപ്പ് കിട്ടുമല്ലോ, നമുക്ക് കസ്റ്റമേഴ്സിന്റെ ഭാഗത്ത് ടിപ്പ് കിട്ടുന്നത് കൂടുതൽ എനിക്ക് ബാംഗ്ലൂരിൽ നിന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 300-350 രൂപയുടെ ട്രിപ്പിന് പോലും 2000 രൂപ ടിപ്പ് എന്ന കേസുണ്ട്. 2000 രൂപ ടിപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. 500 രൂപ ടിപ്പ് എന്നൊക്കെ പറഞ്ഞ ഇഷ്ടംപോലെ തവണ എനിക്ക് കിട്ടിയിട്ടുണ്ട്. 500 രൂപ ടിപ്പ്
ലോങ് ഡിസ്റ്റൻസ് ട്രിപ്പുകളൊന്നുമല്ല, ജസ്റ്റ് 10-15 കിലോമീറ്റർ റൈഡ് ആയിരിക്കും, പക്ഷെ അതിന് പോലും 500 രൂപ 1000 രൂപയൊക്കെ ടിപ്പ് കിട്ടിയിട്ടുണ്ട്. 1000 രൂപ അന്നില്ല, 1000 രൂപ മറ്റേ ബാൻ വന്നു, 2000 രൂപയ്ക്ക് എനിക്ക് ടിപ്പ് കിട്ടിയിട്ടുണ്ട്. 100 രൂപയും 50 രൂപ എന്നൊക്കെ പറയുന്നത് അത് നമുക്ക് ഡെയിലി തന്നെ 2-3 തവണ മിനിമം നമുക്ക് ആ ടിപ്പ് മുഖാന്തരം ഒരു ടിപ്പുകളായിട്ട് തന്നെ നമുക്ക് ഒരു ദിവസം 10-250-300 രൂപ നമുക്ക് മിനിമം കിട്ടുമായിരുന്നു. നമുക്കെന്നാണ് എനിക്ക് കിട്ടുമായിരുന്നു, ഇഷ്ടം പോലെ കിട്ടുമായിരുന്നു. ഈ കർണാടകത്തിൽ എനിക്ക് എന്താണ് ആൾക്കാരുടെ പെരുമാറ്റം കുറച്ചും കൂടെ നല്ല പെരുമാറ്റമാണ്. നമ്മളെ മലയാളികളെക്കാട്ടും വെച്ച് നോക്കുമ്പോൾ നല്ല പെരുമാറ്റം കർണാടക, ബാംഗ്ലൂർ. നോർത്ത് ഇന്ത്യൻസിന്റെ അല്ല, പകരം ടിപ്പിക്കൽ കന്നഡികാസിന്റെ നല്ല പെരുമാറ്റമാണ്. വണ്ടിക്കകത്ത് കയറുന്ന ലോക്കൽസ് ആണെന്നുണ്ടെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും വളരെ നല്ല പെരുമാറ്റമാണ്. പിന്നെ ടിപ്പ് അവർ ഓഫർ ചെയ്യും, അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു 275 രൂപയാണെന്നുണ്ടെങ്കിൽ 300 രൂപ എന്നിട്ട് ബാക്കി അവിടെ വെച്ചോ, അവരൊന്നും മൈൻഡ് ചെയ്യില്ല. അങ്ങനത്തെ ഒരു ആൾക്കാരാണ്. പക്ഷെ കേരളത്തിൽ അങ്ങനെയല്ല, മലയാളികൾ അങ്ങനെയല്ല. കർണാടകത്തിലുള്ള നോർത്ത് ഇന്ത്യൻസിനെ നിങ്ങൾ ഇതിൽ പരിഗണിക്കേണ്ട, പകരം കർണാടകത്തിലുള്ള ടിപ്പിക്കൽ കന്നഡികാസിനെ നിങ്ങൾക്ക് ഇതിൽ എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞ കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് ചിന്തിച്ചു നോക്കാം. നല്ല ആൾക്കാരാണ്. എനിക്ക് ഇഷ്ടം പോലെ ടിപ്പ് കിട്ടിയിട്ടുണ്ട്. അതായത് ആഴ്ചയിൽ തന്നെ എനിക്ക് 1000 രൂപ, നമുക്ക് 4000 രൂപയ്ക്ക് നമുക്ക് ടിപ്പ് കിട്ടും. അത്ര ഞാൻ ചുമ്മാ പറയുന്നില്ല, 4-5000 രൂപയ്ക്ക് എനിക്ക് ടിപ്പ് കിട്ടിയ ആഴ്ചകളുണ്ട്. എനിക്ക് യൂബർ പോലത്തെ പ്ലാറ്റ്ഫോമുകളിൽ ടിപ്പ് അഡീഷണൽ അവർ ഇട്ട് തരും. പോരാത്തിന് ബൈ ഹാൻഡ് നമുക്ക് ടിപ്പ് വരുന്ന ഇഷ്ടംപോലെ ഒരു ദിവസം ചുരുങ്ങിയത് മിനിമം ഒരു കയറുന്ന 20 ആൾക്കാർ, ഒരു 5-8 പേരെങ്കിലും നമുക്ക് ടിപ്പ്. 8 പേര് ഒരു 10-20-30 ടിപ്പ് വന്നാൽ തന്നെ 10-300-350 രൂപ ഒരു ദിവസമായ. അതാണ് എറണാകുളത്തും അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് വളരെ വിരളമായിട്ടുള്ള 1-2-3 പേരൊക്കെ മാത്രം. 500 രൂപയ്ക്ക് എനിക്ക് ടിപ്പ് കുറെ കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ സംസാരിച്ച് പോകുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതിൽ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് അവർ നമുക്ക് ടിപ്പ് ഓഫർ ചെയ്യുന്നത്. പിന്നെ ഫുഡ് ഓഫർ ചെയ്തിട്ടുണ്ട്, പിന്നെ റെസ്റ്റോറൻറ്റിൽ ഫുഡ് ഓഫർ ചെയ്തിട്ടുണ്ട്, ഫുഡ് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. പിന്നെ കുറെ ഗിഫ്റ്റ് തന്ന ആൾക്കാരുണ്ട്. ഫോറിനൊക്കെ വന്ന സമയത്ത് അവരുടെ കയ്യിൽ ഗിഫ്റ്റ് തന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള കുറെ സംഗതികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വരുമാന മാർഗ്ഗമാണ്. അതേപോലെ തന്നെ ആൾക്കാരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ്. പലതരത്തിലുള്ള ആൾക്കാർ നമ്മുടെ വാഹനത്തിൽ കയറും, നമ്മൾ പല സ്ഥലങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഒരു അനുഭവമാണ് നമുക്ക്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറച്ച് കൊല്ലങ്ങളായിട്ട് ഞാൻ വേറെ പലതിലേക്കില്ല. അപ്പോൾ എനിക്കിത് യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് പിന്നെ ഞാൻ ഈ ഒരു ജോലി തിരഞ്ഞെടുത്തു. എനിക്ക് വേറെ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഞാൻ അതിൻ്റെ പിറകെയൊന്നും പോകാതെ ഈ ഒരു ജോലി ചെയ്യാൻ കാരണം മറ്റ് ചിലതാണ്. എന്നെ പേഴ്സണലി അറിയുന്ന ആൾക്കാർക്ക് നല്ല ബോധ്യം ഉണ്ടാവുമായിരിക്കും. എനിക്ക് ഈ ജോലി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നിലവിൽ. എനിക്ക് ഈ ജോലി ചെയ്തിട്ട് തന്നെ എനിക്ക് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ള അങ്ങനത്തെ ഗതികേടൊന്നും എനിക്കില്ല. ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ അവതരിപ്പിച്ച രീതി പല വീഡിയോകളും പല രീതിയിലാണ് ഞാൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ചിലത് കുറച്ചൊരു അപക്വമായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കണ്ടന്റ് അവതരിപ്പിച്ചു. ചിലത് കുറച്ചൊരു പല വീഡിയോസും പല രീതിയിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. അതിൽ തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ പ്രതികരണം എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് ഞാൻ ആദ്യം എക്സ്പെക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ കമന്റുകൾ എങ്ങനെയാണ് അതിൽ കമന്റ് ചെയ്യുന്നത്, നിങ്ങൾ എത്തരത്തിലാണ് അതിൽ കമന്റ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള അറിയാനൊരു ആകാംക്ഷ എനിക്കുണ്ടായിരുന്നു. ഈ 2025 കൂടെ ഞാൻ ഈ പറഞ്ഞ പരിപാടി കൂട്ടിക്കെട്ടി നാട്ടിലോട്ട് വരണം എന്നുള്ളത് എനിക്കുണ്ടായിരുന്നു. ബട്ട് 2026 തുടക്കത്തിൽ മാത്രമേ എനിക്ക് ഈ ഒരു ഫീൽഡിൽ നിന്ന് കംപ്ലീറ്റ് റിലീവ് ആകാൻ സാധിച്ചുള്ളൂ. ഇപ്പം ഞാനിപ്പം എൻ്റെ നാട്ടിലെത്തി. ഞാൻ ഈ ഒരു എറണാകുളത്തോട് ഞാൻ ബൈ പറഞ്ഞു. ഇനി അവിടെ ടാക്സി ഓടിക്കാൻ എനിക്ക് താല്പര്യമില്ല. അവിടെ ടാക്സി ഓടിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഈ പറഞ്ഞ മലയാളികൾ ഈ പറഞ്ഞ അഹങ്കാരികളായിട്ടുള്ള പാസഞ്ചേഴ്സിനെ ടോളറേറ്റ് ചെയ്ത് പോകാൻ എനിക്ക് പറ്റില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാഹനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് അവിടെ. പുതിയ വാഹനങ്ങൾ ഡെയിലി അവിടെ അറ്റാച്ച് ചെയ്തിട്ട് ഓടിക്കാൻ ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ നക്കാപ്പിച്ച കാശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഈ പറഞ്ഞ ഓൺലൈൻ കമ്പനികൾ ഫെയർ ഇങ്ങനെ വെട്ടിച്ചുരുക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത്രയും തരം താഴ്ന്നുകൊണ്ട് എനിക്ക് ഓടാൻ താല്പര്യമില്ല. ഞാൻ ചെയ്ത പല വീഡിയോകളും, അതായത് ഒരു ഓൺലൈൻ ട്രിപ്പ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എന്തെന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഒരു റിസർവേഷൻ ട്രിപ്പുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അത് ലാഭമാണോ നഷ്ടമാണോ എന്ന് എങ്ങനെ നോക്കാം, അല്ലെങ്കിൽ ഒരു പാസഞ്ചറിന്റെ റിസർവേഷൻ ട്രിപ്പ്, റെന്റൽ ട്രിപ്പുകളൊക്കെ ആണെങ്കിൽ ഹവർലി റെന്റൽ ട്രിപ്പുകളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ പാസഞ്ചേഴ്സിന് നമ്മൾ തീർത്തും അവരെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആ ട്രിപ്പ് അറ്റൻഡ് ചെയ്യുക. കാരണം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്, വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവില്ല, കുറച്ച് കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ വളരെ അരഗന്റ് ആയിട്ട് റൂഡായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു പാസഞ്ചറിന്റെ റെന്റൽ ട്രിപ്പുമായിട്ട് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. വളരെ മോശമായിട്ട് റഫായിട്ട് സംസാരിക്കുന്ന ഒരു പാസഞ്ചർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ യാത്രയിലുടനീളം നിങ്ങൾക്ക് ഭയങ്കര സഫോക്കേറ്റിംഗ് ആയിരിക്കും. അപ്പോൾ എന്ന് വേണ്ട പല കാര്യങ്ങളും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്തത്, എവറി മൈന്യൂട്ട് തിങ്സ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. കൂടുതലും ഞാൻ കസ്റ്റമേഴ്സിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു മൈൻഡ് സെറ്റ്, ആ ഒരു ബിഹേവിയർ ഒക്കെ റിലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൂടുതലും ഞാൻ കണ്ടന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതോടുകൂടെ ഈ പറഞ്ഞ ഓൺലൈൻ ടാക്സി റിലേറ്റഡ് ആയിട്ടുള്ള വ്ളോഗ് കാര്യങ്ങളൊക്കെ നിർത്തുവാണ്. എനിക്കറിയില്ല, ഞാൻ ഈ ലാസ്റ്റ് കുറച്ച് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ചില കസ്റ്റമേഴ്സിനെയും അതേപോലെ ചില കസ്റ്റമറെ വിളിച്ചിട്ട് ഞാൻ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ലാസ്റ്റത്തേക്ക് വെക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഞാനൊരു 2 വർഷം മുന്നേ ഞാൻ ചെയ്തിരുന്നുവെങ്കിൽ, അതായത് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്ന പല വീഡിയോസും ഇന്നോ ഇന്നലെയോ ക്രിയേറ്റ് ചെയ്ത വീഡിയോസ് അല്ല, ചിലപ്പോൾ 1 കൊല്ലം 2 കൊല്ലം മുന്നേ ഒക്കെ ചെയ്തു വെച്ച വീഡിയോസ്. അത് ഞാൻ അപ്പം ചെയ്തിരുന്നുവെങ്കിൽ ചിലപ്പം ആ സമയത്ത് തന്നെ എൻ്റെ ഈ പറഞ്ഞ
അക്കൗണ്ടിന് എന്തെങ്കിലും ബാൻ അല്ലെങ്കിൽ ബ്ലോക്ക് കിട്ടുമായിരുന്നു. അത് ആ സമയത്ത് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അതെല്ലാം ഇൻ ദി എൻഡ് ഈ ഒരു പരിസമാപ്തി കുറിക്കുന്ന ഈ ഒരു നിമിഷത്തേക്ക് വെച്ചതിന്റെ കാരണം അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ എൻ്റെ യൂബറോ ഓലയോ ഏത് മണ്ണാങ്കട്ട ആപ്ലിക്കേഷൻ ഏത് ബ്ലോക്ക് ആയാലും എനിക്ക് വിഷയമുള്ള കാര്യമല്ല. കാരണം ഞാൻ ഈ മേഖലയിലേക്ക് എനിക്കില്ല. ഇനി ഈ മേഖലയിലേക്ക് ഞാൻ ഇനി കടന്നു വരുന്നില്ല. ടാക്സി ഓടിക്കുമായിരിക്കും, അതെൻ്റെ ഇൻട്രസ്റ്റ് കൊണ്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. ചിലപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ടാക്സി വാഹനമുണ്ട്. ചിലപ്പോൾ ഞാൻ ഫ്രീ കിട്ടുന്ന സമയത്തൊക്കെ ഏതെങ്കിലും പാസഞ്ചേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ടൂറിസ്റ്റ് സീസൺ വരുന്ന സമയത്ത് ഞാൻ ചിലപ്പം എന്തെങ്കിലും ട്രാവൽ ഈ പറഞ്ഞ ഐറ്റിനറി അല്ലെങ്കിൽ ഈ പറഞ്ഞ ട്രാവൽ പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ചിലപ്പോൾ ഈ പ്രസ്ഥാനം ഞാൻ മുന്നോട്ടേക്ക് കൊണ്ടുപോയിരിക്കും. ബട്ട് ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ എന്തായാലും ഇല്ല. ഞാൻ ഒരു കാര്യം പറയാം, നമ്മൾ ഒരു കമ്പനീനെ മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ വണ്ടി ഓടിക്കും. ഇപ്പോൾ യൂബർ എന്നുള്ള കമ്പനി എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് കമ്പനി അക്രോസ് ദ ഗ്ലോബ് പല രാജ്യങ്ങളിലും. അപ്പോൾ ആ ഒരു കമ്പനീനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇൻ കേസ് ആ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടു. ഈ അക്കൗണ്ട് ബ്ലോക്ക് ആയി പോയതും അതേപോലെ അക്കൗണ്ട് ആക്റ്റീവ് ആകാത്തതുമായിട്ടുള്ള ഒത്തിരി ആൾക്കാർ ഡ്രൈവർമാരെ എനിക്ക് നേരിട്ടറിയാം. ഒത്തിരി ഡ്രൈവർമാർ എന്നോട് വന്നിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ആപ്ലിക്കേഷനുകളെയും നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു ഇതിലേക്ക് കൊണ്ടുവരിക. ഇപ്പം ഈ ഒരു ഫീൽഡിലോട്ട് നമ്മൾ കുറേ കളിക്കാരെ കൊണ്ടുവരണം. ഒരു കളിക്കാരൻ ഒരു ടീം മാത്രം ആകുമ്പോൾ എന്ത് ചെയ്യും, അവർ ഡോമിനേറ്റ് ചെയ്യും. അതേ സമയത്ത് ഓല, യൂബർ, യാത്രി, റാപ്പിഡോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമ്പനികൾ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരണം. അതിൽ ഡ്രൈവർമാർ ഡോമിനേറ്റ് ചെയ്യുന്ന രീതിയിൽ, അതായത് ഡ്രൈവർമാർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, തീരുമാനിക്കണം. ഏത് കമ്പനികളെ ഇവിടെ വാഴിക്കണം എന്നുള്ളതിന് തീരുമാനം എടുക്കാൻ ഡ്രൈവർമാർക്ക് കഴിയണം. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ പറഞ്ഞ ഓൺലൈൻ ടാക്സി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡ്രൈവിംഗ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡ്രൈവർ എക്സ്പീരിയൻസ് വ്ലോഗുകളൊന്നും തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് വേണ്ടാത്ത ആൾക്കാരെ നിങ്ങൾക്ക് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾക്ക് പോവാം. അപ്പോൾ ഇതൊക്കെയാണ് പറയുന്നത്. ഇനി നിങ്ങൾക്ക് വരുന്ന കാലങ്ങളിൽ ഇവിടുത്തെ ഡ്രൈവർമാർ നല്ല രീതിയിൽ സഫക്കേറ്റ് ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഫ്രസ്ട്രേഷൻ എന്നൊക്കെ പറയുന്നത് അതിൻ്റെ പീക്കിലെത്തും. ഡ്രൈവർമാരുടെ കാര്യമാണ് പറയുന്നത്. കാരണം ഈ ആൾക്കാരുടെ പെരുമാറ്റ രീതികൾ, പിന്നെ പലതരം വള്ളിക്കെട്ടുകൾ നിങ്ങൾക്ക് കിട്ടും. ഒന്നാമത് നമ്മളിപ്പോൾ അന്യ ജില്ലകളിലേക്ക് പോകുമ്പോൾ, തൃശ്ശൂർ, കോട്ടയം, ഇടുക്കിയൊക്കെ പോകുമ്പോൾ അവിടുത്തെ ലോക്കൽ ടാക്സിക്കാരുടെ ഈ അടിപിടിയും മർദ്ദനവും ഇതൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നുണ്ട്. ഈ അടുത്ത് ഈ മെഞ്ഞാന്ന് തന്നെ തൃശ്ശൂരും കോട്ടയത്തൊക്കെ ഉള്ള അടിപിടി, വർക്കല നടന്ന അടിപിടി ഞാൻ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ കസ്റ്റമേഴ്സുമായിട്ടുള്ള ക്ലാഷ്, പിന്നെ ഈ പണം നൽകാതെ കടന്നു കളയുന്ന ആൾക്കാർ, തീവ്സ്, കള്ളന്മാർ എന്ന് വേണ്ട പല സംഗതികൾ നിങ്ങൾക്ക് ഈ ഒരു മേഖല നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ മുന്നേ പറഞ്ഞ പല കാര്യങ്ങൾ ഇനി നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങൾക്ക് നേരിട്ട് കണ്ടറിയാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ എഴുതി വെച്ചോ, നിങ്ങൾ ഈ വീഡിയോ ചിത്രീകരിച്ച് സേവ് ചെയ്ത് വെച്ചോ, റെക്കോർഡ് ചെയ്ത് വെച്ചോ. ഇനി അങ്ങോട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. ഐ എം ഷുവർ, ഒരു സംശയമില്ല. നോക്കും. അപ്പോൾ ഇവിടുത്തെ ഡ്രൈവർമാർക്ക് എല്ലാവർക്കും എൻ്റെ ഓൾ ദ ബെസ്റ്റ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇപ്പോൾ ഒരു യൂറോപ്യൻ കൺട്രിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ തൊഴിലാളി മുതലാളി എന്നുള്ള ആ ഒരു മനോഭാവത്തിൽ എല്ലാവരും തുല്യരാണ്. അപ്പോൾ അവിടേക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് പീസ്, അവിടെയൊക്കെ കുറച്ചും കൂടെ പീസ് ആൻഡ് പ്ലസന്റ് ആയിട്ട് നമുക്ക് ജോലി ചെയ്യാം. പക്ഷേ ഇവിടെ കേരളത്തിൽ നമ്മുടെ നാട്ടിൽ ആ ഒരു പോസിബിലിറ്റി ഇല്ല. ആൾക്കാരൊക്കെ അഹങ്കാരികളാണ്, വൃത്തിയും എടുപ്പില്ലാത്ത, മാനേഴ്സ് ഇല്ലാത്ത, കോമൺ സെൻസ് ഇല്ലാത്ത അങ്ങനെയുള്ള ആൾക്കാർ, എച്ചികളായിട്ടുള്ള ആൾക്കാരാണ്. ഇതിനിടയിൽ കിടന്ന് ഇവിടുത്തെ ഈ ഡ്രൈവർമാരെല്ലാം കൂടെ എന്താ ശരിക്കും പറഞ്ഞാൽ കഷ്ടപ്പെടും. നിങ്ങൾ നോക്കിക്കോ, ഇനിയൊക്കെ ഫെയർ ഇനിയും ചുരുങ്ങി പോകും. നിങ്ങളിപ്പോൾ നിലവിൽ റാപ്പിഡോയിൽ നല്ല ഫെയർ കിട്ടുന്നു, കുറച്ച് മോശമില്ലാത്ത ഫെയർ കിട്ടുന്നുണ്ട്. അത് ആ റാപ്പിഡോക്കാരും ഫെയർ കുറക്കും. നിങ്ങൾ നോക്കിക്കോ. എനിക്കറിയാം കർണാടകത്തിലും ബോംബെയിലൊക്കെ ഓടുന്ന ആൾക്കാരെ എനിക്ക് നേരിട്ട് പരിചയമുണ്ട്. നിങ്ങൾ അറ്റ്ലീസ്റ്റ് മറ്റേ എവിടെ പുറത്തുള്ള ഏതെങ്കിലും ആൾക്കാരുടെ വ്ളോഗ് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. യൂബർ എന്നുള്ള കമ്പനി നിങ്ങൾ ഒരിക്കലും ടോളറേറ്റ് ചെയ്യരുത്. കാരണം നമ്മൾ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ റാപ്പിഡോ, ഓല, യാത്ര ഇതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ യൂബർ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ കയറി പോകും. അവരിങ്ങനെ പടർന്ന് പന്തലിച്ച് അവർ മൊത്തത്തിൽ സ്പ്രെഡ് ആവും. അവർ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ കസ്റ്റമേഴ്സിനെ ഫേവർ ചെയ്തിട്ട് ഡ്രൈവർമാരെ സൈഡൊന്നും കേൾക്കാതെ ഇതിലെന്ത് ചെയ്യുന്നത്, ഇതിലിങ്ങനെ നിലനിന്ന് പോകുന്ന ഒരു കമ്പനിയാണ് യൂബർ. അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷനും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ കൂടുതലും കസ്റ്റമേഴ്സിന് ഫേവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ യൂബർ കാണിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, ഈ ഫെയർ വെട്ടിച്ചെടുക്കുക, അതേപോലെ ഫെയർ മോട്ടിക്കുക. ഓരോ കിലോമീറ്ററിലും നമുക്ക് ഇത്ര രൂപ ഓഫർ ചെയ്തിട്ട് വാഗ്ദാനം നൽകിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മേൽ പറഞ്ഞ ഫെയർ നമുക്ക് കിട്ടുന്നില്ല. ഒരു ഡ്രൈവർ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വേസ്റ്റ് ആണ് ഈ പറഞ്ഞ യൂബറിന്റെ കേസിൽ. ഈ റാപ്പിഡോ അല്ലെങ്കിൽ യാത്രയുടെ ഒക്കെ കേസിൽ അവർ പറയുന്ന പൈസ കൃത്യമായിട്ട് നമുക്ക് തരുന്നുണ്ട്, കമ്മീഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ. പക്ഷേ യൂബർ എന്നുള്ള കമ്പനി നിങ്ങൾ ഒരിക്കലും ടോളറേറ്റ് ചെയ്യും. ശരിക്കും ഒരു കുത്തക കമ്പനി നമ്മൾ ഇവിടെ വാഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഓൺലൈൻ ടാക്സി അല്ലെങ്കിൽ ഓൺലൈൻ റൈഡ് ബുക്കിംഗ് എന്നുള്ളൊരു നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ്. അതേപോലെ തന്നെയാണ് ഈ പറഞ്ഞ ഓൺലൈൻ ഈ ഹോട്ടൽ ബുക്ക് ചെയ്യുന്ന മേഖലയും, അതേപോലെ ഓൺലൈൻ ഫുഡ് ഡെലിവറി സംവിധാനങ്ങളെല്ലാം ഒരേ പ്രൊഡക്റ്റിൽ വരുന്ന സംഗതികളാണ്. പക്ഷെങ്കിൽ ഇതിൽ പിന്നെ എന്താണ് ഈ ഡെലിവറി അല്ലെങ്കിൽ ഡ്രൈവർ പാർട്ട്ണർമാരെ ചൂഷണം ചെയ്യുന്ന കമ്പനികൾക്കെതിരെ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്ടസ്റ്റ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറും അടിമകളായിട്ട് മാത്രം മാറിപ്പോകും. കാര്യം പറയാലോ, നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. കാരണം ഒരു കസ്റ്റമർ, ഒരു പാസഞ്ചറിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പം നിസ്സാരമായിട്ട് ഒരു റൈഡ് ബുക്ക് ചെയ്യാൻ പറ്റും. ബാർഗെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. വിത്ത് എവിഡൻസ്, വിത്ത് പ്രൂഫ്, ട്രാക്കിംഗ് എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. പക്ഷേ ഒരു ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം അന്ന് ഈ ഫെയർ ഇങ്ങനെ വെട്ടിച്ചുരുങ്ങുന്ന സമയത്ത്
അതെന്താ, അത് ശരിക്കും ഡ്രൈവർമാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോവുക ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും നിങ്ങൾ വൈകാതെ തിരിച്ചറിയും. അപ്പോൾ എന്തായാലും ഓൾ ദ ബെസ്റ്റ്, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഇനി നമ്മൾ ഇതേപോലെ കാണുന്നതായിരിക്കില്ല. ഈ ഓൺലൈൻ ടാക്സി സമ്പ്രദായം, ഇപ്പോൾ ഈ ഓൺലൈൻ ടാക്സി സംഗതികളൊക്കെ ഞാനിവിടെ അവസാനിപ്പിച്ചു. അപ്പോൾ ഇനി നമ്മളിങ്ങനെ കാണുന്നതായിരിക്കില്ല. അപ്പോൾ എല്ലാവർക്കും എന്തായാലും ഓൾ ദ ബെസ്റ്റ്.